അതെ, ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് നടന്നു വരികയായിരുന്നു. നടന്നു വന്നപ്പോഴത്തേക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇതോ കാണുന്ന പലസ്തീനാണ്. ഈ കാണുന്നതൊക്കെ പലസ്തീൻ പ്രദേശമാണ്, പലസ്തീൻ്റെ വീടുകളാണ് കാണുന്നതൊക്കെ. അതായത് വെസ്റ്റ് ബാങ്കിൻ്റെ ഭാഗമായി നിൽക്കുന്ന പലസ്തീൻ്റെ ഭാഗമാണ്. അപ്പോൾ ഞാൻ അവിടെ നടന്നു വരുന്ന സമയത്തെ തള്ളാകു കുക്കുംബർ ആരാണ്ട് അപ്പനെ എന്നൊക്കെ പറഞ്ഞുള്ള വിളി അങ്ങ് കേൾക്കുക. അപ്പം എനിക്കാണെങ്കിൽ ലൈവും ചെയ്യാൻ പറ്റുന്നില്ല, ഈ വിളി അങ്ങ് കേട്ടു. എന്നിട്ട് ഞാൻ ഇതിലേ വരുമ്പോഴത്തേക്കും ഇവിടെ കേട്ടത് പോരാനിട്ട് അപ്പുറത്ത് കേൾക്കുക. എൻ്റെ പൊന്നു സഹോദരങ്ങൾ, എനിക്ക് എവിടുന്നാ കയറി വന്ന ദേഷ്യം എനിക്കറിയാം. ഞാൻ ചേച്ചിട്ട് പോടാ കഴിവേറി, നിന്റെ രാജ്യം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കിടന്ന് കൂകി വിളിക്കുന്നത്. തള്ളാകുൻ്റെ കുക്കുംബറിനെ നീ മേലെ നിന്റെ സൗണ്ട് ഇവിടെ കേട്ടു പോകുന്നു. ദൈവനാമ സാക്ഷിയായിട്ടും പ്രിയ സഹോദരങ്ങളെ, രണ്ടും ഞാൻ കട്ടയ്ക്ക് പറഞ്ഞതും ടപ്പേന്ന് പറഞ്ഞപ്പുറത്തെ സൗണ്ട് സ്റ്റോപ്പായി, ഇവിടുത്തെ സൗണ്ട് കുറച്ചുകൂടി കുറഞ്ഞു. ഇവിടുത്തെ സൗണ്ടിന്റെ ആ ഒരു മുഴക്കം കുറച്ചുകൂടി കുറഞ്ഞു, പക്ഷെ അവിടുത്തെ സൗണ്ട് സ്റ്റോപ്പായി. അവിടെ അയ്യാറണ്ടപ്പന് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഇവിടെ നിന്ന് കയറി വരുന്ന സമയത്ത്. സത്യത്തില് സാത്താൻ നിങ്ങൾ സംസാരിച്ചു തുടങ്ങിയാൽ അവൻ വിരളും. സത്യമായിട്ടും പ്രിയ സഹോദരങ്ങളെ, സാത്താൻ കണ്ടം വഴിക്ക് ഓടൂന്ന് പറഞ്ഞാൽ അവൻ ഓടിയിരിക്കും. അതാണ് ഹിസ്ബുള്ളയുടെ സൈനിക ആസ്ഥാനത്ത് IDF ഇപ്പോൾ ബോംബിങ് നടത്തി. അതെ, ഹിസ്ബുള്ളയുടെ അണ്ടം കീറിയിട്ടിരിക്കുമല്ലേ, ഹിസ്ബുള്ളയുടെ അണ്ടം കീറിയിട്ടിരിക്കുമല്ലേ IDF. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയ്ക്ക് എന്താ പറയുന്ന വേറൊരു കാര്യം അറിഞ്ഞില്ലേ നിങ്ങള്? കേരളത്തിൽ ഒക്ടോബർ 7-ാം തീയതി ഇന്ത്യക്കകത്തൊട്ടാകെ ഹമാസിനെ അനുകൂലിച്ചുകൊണ്ടുള്ള അനുകൂല റാലി നടത്താനായിട്ട് പിണറായി സർക്കാർ എന്ന് മാത്രമല്ല, ഈ മറ്റേ ഇവനല്ലേ എന്റെ പേരെന്തുവാ, പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അന്തം കമ്മികളെല്ലാം ഒരുമിച്ച് ഇന്ത്യയിൽ ഒട്ടാകെ ഒരു വലിയൊരു പ്രതിഷേധ റാലി നടത്താൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. തുടങ്ങി അവന്റെ തീട്ടം വിളി അങ്ങ് തുടങ്ങി. അവൻ ആരാണ്ട് അപ്പനാണെന്ന് നേരത്തെ നിർത്തിയവനാ ചേറ്റ. എന്റെ ആരാണ്ട് അപ്പനെ പരമപാട്ടി. ഇവന്മാരെല്ലാം അടുത്തടുത്താണെന്നേ, ഒന്ന് ഇവിടെ ഒന്നവിടെയാ. എന്നിട്ട് എല്ലായിടത്തുനിന്നും കോളാമ്പി വെച്ചോണ്ടിരുന്നിട്ട് ഗുണാന്ന് വിളിച്ചോണ്ടിരിക്കും. തള്ളാകു കുക്കുംബർ കഴിവേറി, അതിന്റെ അപ്പന്റെ കുക്കുംബർ, തള്ളാഹുവിന്റെ കുക്കുംബർ പോയിട്ടുണ്ടെന്ന് ആരെങ്കിലും ഒന്ന് എടുത്തു കൊടുക്കുവോന്ന് പരസ്യപ്രഖ്യാപനം വിളിച്ചങ്ങ് പറയുക. ചേറ്റ നാട്ടിൽ ആർക്കും ജീവിക്കണ്ട, എല്ലാവരുടെയും ചെവിക്കകത്ത് ഇടിച്ചു കയറ്റുന്ന രീതിയിൽ അവന്റെയൊക്കെ കോളാമ്പി വെച്ചുകൊണ്ട് ആരാണ്ട് അപ്പനെ അവൻ കെട്ടിയെടുത്തു. ഇതൊക്കെ അനുവദിച്ചു കൊടുക്കുന്നവന്മാരെ പിറപ്പാണ്. ജനാധിപത്യ രാജ്യം എന്നൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാ രാജ്യങ്ങളിലും ഇതുപോലുള്ള തോന്നിയവാസങ്ങൾക്ക് മാത്രം വഴിവെച്ചു കൊടുക്കുന്ന നമ്മുടെയൊക്കെ നേതാക്കന്മാരുടെ ഗുണം ശരിയില്ലാത്തത് കൊണ്ടാണ് ഇവന്മാരുടെയൊക്കെ അയ്യാണ്ടപ്പന് തുടങ്ങിയതേ ഉള്ളൂ. രണ്ട് കൊടുത്ത ഉടനെ അവൻ നിർത്തിയിട്ട് ഓടി. അയ്യാണ്ടപ്പനെ തുടങ്ങിയപ്പോഴേ അയ്യാണ്ടപ്പനെ തുടങ്ങിയിട്ട് ഇപ്പൊ അടുത്ത പാരാണ്ടപ്പനെ വിളിക്കുക ചേറ്റ. കഴിവേറികള് നമ്മുടെയൊക്കെ നാട്ടില് ഇതിനൊക്കെ കുഞ്ഞു കിടന്ന് കളിക്കുക. ഊളകള്
ഇതൊക്കെ നമ്മുടെയൊക്കെ നാട് ഭരിക്കുന്ന നേരാവണ്ണം ഭരിക്കുന്നവരെല്ലാം ജനാധിപത്യ രാജ്യത്തിൽ ഇതൊന്നും അരുത് എന്ന് പറഞ്ഞ് കോളാമ്പി ഒരു മതക്കാർക്ക് മാത്രം കൊടുക്കരുത്, വിലക്കണം. നിങ്ങൾ മയക്ക് കെട്ടി വള്ളിക്കകത്ത് പിടിച്ച് കൂവിക്കോ, ഈ കോളാമ്പി വെച്ച് നാട്ടുകാരുടെ മുമ്പിൽ എന്തിനാ പറയുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങ് വിലക്കണം. ആരാണ്ട് അപ്പനെ വിളിക്കാൻ ഇറങ്ങിയിരിക്കുക. ദേഷ്യം കയറി വരും സത്യം പറഞ്ഞ. എനിക്കതല്ല, ഞാൻ അവിടുന്ന് കയറി വന്ന് ഇവന്റെ വായി കോളാമ്പി വെച്ച് തുറന്നതേ ഉള്ളൂ. 2 കൊടു കൊടുത്തോടുകൂടി അവൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇവിടെ ആരാണ്ടപ്പനെ പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. ഇവിടെ അവൻ തുടങ്ങിയിട്ടുണ്ട് ആരാണ്ടപ്പനെ എന്ന് പറഞ്ഞതും അവൻ അവിടെയും പൂട്ടിക്കൊട്ടിക്കൊണ്ട്. ആരാണ്ടപ്പനെ അധികം നേരം ഒന്നും വിളിയില്ല. ആരാണ്ടപ്പനെ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നിർത്തിക്കൊണ്ട് പോവുക അപ്പനെ വിളിക്കാനായിട്ട്. എന്തായാലും സഹോദരങ്ങളെ, ശബാത്ത് ദിവസമാണ് ഇന്ന്. ഈ ശബാത്ത് ദിവസത്തില് ശബാത്തിന്റെ പ്രത്യേകതകള് നിങ്ങൾക്കറിയാമല്ലോ. സാധാരണ ഇവന്മാർ കോളാമ്പി വെച്ച് കൂവിയാലുണ്ടല്ലോ 2 മിനിറ്റ് 3 മിനിറ്റ് വരെ കൂവിക്കൊണ്ടേയിരിക്കും. കോളാമ്പി വെച്ച് നിർത്തത്തില്ല ഊളകള്. ഇന്ന് ഞാൻ ഇവിടെ നിന്ന് കൊടുക്കുന്നതെല്ലാം കേട്ടിട്ട് തള്ളാ കുറെ കൂടുതൽ നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ റീന വേറെ വല്ലതും പറയും. അതുകൊണ്ട് ഏറി കയറുന്നതിന് മുമ്പേ നമുക്ക് ആരാണ്ടപ്പനെ പറഞ്ഞിട്ട് ഓടിക്കളയാന്ന് പറഞ്ഞിട്ട് ആരാണ്ടപ്പനേന്ന് തുടങ്ങിയതേ ഉള്ളു. തള്ളാകുമ്പോൾ നിർത്ത്. ഇനി കൂടുതൽ നമ്മൾ കൂകാൻ നിൽക്കണം. നിങ്ങൾ വാങ്കുവിളി എങ്ങനെയാ? നിങ്ങൾ സമയത്തോളം നീണ്ടു നിൽക്കത്തില്ലേ വാങ്കുവിളി? അല്ലാതെ ഇങ്ങനെ വന്ന പാടെ അടി കൊണ്ടിട്ട് ഓടുവോ ആങ്കുവിളി? നിങ്ങൾ കേട്ടോണ്ടോ എവിടെയെങ്കിലും? നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. നിങ്ങളുടെയൊക്കെ വീടിൻ്റെ അടുത്ത് പള്ളിയിൽ വാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ അവന്മാർ എത്ര നേരം വാങ്ക് വിളിക്കും? തുടങ്ങിയ അടി കൊണ്ട് ഓടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ ലൈവായിട്ട് കണ്ടു. ഞാൻ നേരത്തെ അവിടെ തുടങ്ങിയിട്ടുണ്ട് വൃത്തികെട്ടവനെന്ന് പറഞ്ഞിട്ട് 2 കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും തള്ളാകൂർ റീന അവിടെ ഇരിപ്പുണ്ട്. തള്ളാകൂറയാണ് റീന അവിടെ ഇരിപ്പുണ്ട്. അധികം നേരം സൗണ്ട് വെക്കണ്ട. നേരത്തെ കൂട്ടി സ്റ്റോപ്പ് ചെയ്ത് ഓടിയാൽ ഞാൻ എറിയിൽ നിന്നും കുറച്ച് താഴേക്ക് ഇറങ്ങും. നിങ്ങൾ എന്നെ വേറെ എറിയിൽ കയറ്റരുത്. അവൾ അവിടെ നിന്ന് ലൈവൊക്കെ ചെയ്തിട്ട് പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ വേണമെങ്കിൽ കൂവിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അവന്മാർ പട്ടേന്ന് ഇവിടെ തുടങ്ങിയവൻ നിർത്തി, അവിടെ തുടങ്ങിയവൻ നിർത്തി, അപ്പുറത്ത് തുടങ്ങിയവൻ നിർത്തി. ഓടടാ ഓട്ടം കണ്ട വഴിക്ക്. സുരേഷ് പണക്കൻ ഹിസ്ബുള്ള 180 മിസൈൽ വിട്ടപ്പോൾ ചേച്ചിക്ക് ഭ്രാന്തായി. അതെ, ഹിസ്ബുള്ള 180 മിസൈൽ വിട്ടപ്പോൾ ചേച്ചിക്ക് ഭ്രാന്തായി. കാരണം ഹിസ്ബുള്ള വിട്ട മിസൈൽ മുഴുവനും നിന്റെ സുരേഷ് പണക്കന്റെ അമ്മയുടെ കൊതം വെച്ചിട്ടാണല്ലോ തടുത്തു നിർത്തിയത്. അത് കണ്ടപ്പോ കുറച്ച് ഭ്രാന്ത് തോന്നി. നിന്റെ അമ്മയുടെ കൊതത്തിന് ഇത്രയും കപ്പാസിറ്റി ഉണ്ടല്ലോടാ. വന്ന മിസൈലുകളെല്ലാം ഇങ്ങനെ കുഴിച്ചു നിർത്തി അത് കൊതം കൊണ്ട് തടക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് കണ്ടപ്പം ജസ്റ്റ് ഒരു ഭ്രാന്തായിട്ടുണ്ട്. അബുബാബക്കർ ഇന്ന് മിസൈൽ ഒന്നും ഇല്ലേ? ഉണ്ട് മിസൈലുണ്ട്. ഹിസ്ബുള്ളയുടെ ആസനത്തിനകത്ത് കുത്തിക്കയറ്റി അങ്ങ് വിട്ടിട്ടുണ്ട് മിസൈല്. ഇനി ഹിസ്ബുള്ളയെ മഷിയിട്ട് തിരക്കിയാൽ ഹിസ്ബുള്ളയുടെ ആസനത്തിൽ നിന്നുള്ള മിസൈലുകളൊക്കെ എന്തായെന്നുള്ള അന്വേഷിച്ചിട്ട് വരാം. നിന്റെ തള്ളാകുന്റെ കുക്കുംബറിന്റെ പള്ളിയിൽ പോലും ഞാൻ ഇവിടുന്ന് സംസാരിക്കുന്നത് കേട്ടിട്ട് നിർത്തിയിട്ട് ഓടിയവന്മാരാ. ഓടടാ ഊളകളെ എന്റെ വേജിന്ന്. വിവരം കെട്ടവനെ അവൻ പോലും പേടിച്ച് നിർത്തി. തള്ളാകുവിന്റെ പള്ളിയിൽ നിങ്ങൾ കൂവാൻ തുടങ്ങി എത്ര നേരം നിങ്ങൾ കൂവും? ആരാണ്ടപ്പനെ എത്ര നേരം നിങ്ങൾ കൂവും? ഇവൻ കൂവി തുടങ്ങിയപ്പോഴേ ഞാൻ സംസാരിച്ചപ്പോഴേ അവൻ നച്ചിട്ട് ഓടിയില്ലേ? വിവരം കെട്ടവന്മാരെ. റൂബൻ ലിയോൺ, അതാ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത്. അമ്മയെ കൂട്ടിക്കൊടുത്ത് ജീവിക്കാതെ വല്ല ജോലിയും ചെയ്ത് ജീവിച്ചുകൂടെടാ റൂബൻ? എടാ വല്ല വർക്കും ചെയ്ത് ജീവിച്ചുകൂടെ? നിന്റെ ഭാര്യ അമ്മയുടെ ഒക്കെ കൊതം കൊണ്ടുപോയി ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ഒക്കെ കൊടുത്ത് മലപ്പുറത്തെ സുഡാപ്പികൾക്ക് കൊടുത്ത് ജീവിക്കാതെ നീ വല്ല ജോലിക്കും കൂലിക്കും പോയി ജീവിച്ചുകൂടെടാ റൂബൻ ലിയോനെ? ഞാൻ അറിയാണ്ട് ചോദിക്കുകയാണ്. ലിയോൻ എന്നുള്ള പേരെന്നൊക്കെ ഇട്ടിട്ട് വന്നിട്ട് അപമാനം ഉണ്ടാക്കാതെടാ. ആ പേരിന് തന്നെ നാണക്കേടാക്കാതെടാ ചെറ്റേ റൂബൻ ലിയോനെ.
നമ്മ എന്ന് പറഞ്ഞ് ഭാര്യയും അമ്മയൊക്കെ കൂട്ടിക്കൊടുത്തിട്ട് വന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് വല്ല ജോലിയും ചെയ്ത് ജീവിച്ചൂടെ എന്നാണ് എനിക്കും ചോദിക്കാനുള്ളത്. കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന നിന്നെ പോലുള്ളവന്മാർക്ക് പറയാനുള്ള ഡയലോഗൊന്നും അല്ല ഇത്. പറഞ്ഞ മനസ്സിലായോ ഊളെ? SK കോട്ടയം SK കോട്ടയം. ശരി മോൻ ചെന്ന് മോന്റെ കാര്യം നോക്ക്. നീ പോയി പടി ഊളെ. നിനക്ക് എന്താ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞിട്ട്. റൂബൻ ലിയോൺ, ജീസസ് നാണിച്ചു പോയി. അതെ, ജീസസ് നിന്റെ ദൈവമാണെങ്കിൽ നീ കാണിക്കുന്ന ഊളത്തരം കാണുമ്പോൾ നാണിച്ചു പോകൂടാ ഊളയ്ക്കുണ്ടായവനെ. ജീസസ് നാണിച്ചു പോയെന്ന്. അത് നിന്റെ ഊളത്തരം കാണുമ്പോഴാ ജീസസ് നാണിച്ചു പോകുന്നേ. അല്ല ഞാൻ കാരണമാണോ? ഷെടാ, നീ വിളിക്കുന്ന ദൈവം ജീസസ് ആണെങ്കിൽ നീ കാണിക്കുന്ന ഊളത്തരം കാണുമ്പോ ജീസസ് നാണിക്കും. അതിന് എന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വിവരം കേട്ടവന്മാരെ. പോയിനടാ ഊളകളെ. എന്തിനാടാ എന്റെ പേജിനകത്ത് നുഴഞ്ഞു കയറി വരുന്നേ? എടാ ഇതാ ജോലിക്കും കൂലിക്കും പോയി ജീവിയുടെ ചേറ്റെ. റൂബൻ ലിയോനെ, പോയി പണിയെടുത്ത് ജീവിര്. അമ്മയും പെങ്ങളെയൊക്കെയും ഭാര്യയൊക്കെ കൂട്ടിക്കൊടുത്ത് ജീവിക്കാതെ പോയി പണിയെടുത്ത് അന്തസ്സായിട്ട് ജീവിക്കാനുള്ള വഴി നോക്ക്. നീ ബാക്കിയുള്ളവരുടെ കാര്യം തിരക്കി കിടക്കാതെ ഊളയ്ക്കുണ്ടായവനെ. നിനക്ക് വീട്ടിൽ വേറെ പണിയൊന്നും ഇല്ലടാ. നിനക്ക് ഫേസ്ബുക്കിൽ വന്നിട്ട് എന്റെ ലൈവ് കുത്തിയിരുന്ന് കാണുന്നതാണോ നിന്റെ ജോലി? എടാ ഊളെ, ഇറങ്ങി പട ചെറ്റ്. പോയി നിന്റെ വല്ല പണിയുണ്ടെങ്കിൽ നോക്കടാ. യുക്തി കേട്ടവനെ. നമുക്ക് ഇറങ്ങി വന്നിരിക്കുന്നു ഫേസ്ബുക്കിനകത്ത് കയറി. എന്നിട്ട് അവന് വല്ല പണിയെടുത്ത് ജീവിക്കേണ്ടതിന് അവൻ കറങ്ങി നടന്നിട്ട് ഇവിടെ നിന്ന് ഡയലോഗ് ഇട്ട് മറിച്ച് തള്ളുക. തേങ്ങ അറിയത്തില്ലെങ്കിൽ കയറി വരും ഊളകള്. ആരോട് പറയാൻ സംസാരിക്കാൻ വേണ്ടിയിട്ടാ നിങ്ങൾ എന്റെ പേജിലോട്ട് കയറി വരുന്നേ? ഞാൻ അറിയാണ്ട് ചോദിക്കുക, നിങ്ങൾ എന്തിനാണ് അതിനകത്തോട്ട് കയറി വരുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ട് എന്റെ പേജിലോട്ട് കയറി വരുന്നത്? നിങ്ങൾക്ക് എന്നെ ആരാണെന്ന് വല്ല അറിയാമോ? ഞാൻ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വല്ല അറിയാമോ? ഞാൻ പഠിപ്പിക്കുന്നത് എന്താണെന്നോ ഞാൻ സംസാരിക്കുന്നത് എന്താണെന്ന് വല്ല അറിയാമോ? അറിയില്ലെങ്കിൽ കയറി വരരുത്. ജീസസിന് ഇപ്പൊ ചെടി നിലയ്ക്കുന്ന ജോലിയാ. ദയവ് ചെയ്ത് നിങ്ങൾക്ക് ആർക്കും എന്നെ കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്റെ കമന്റ് ബോക്സിൽ വന്ന് വായി കൊടുക്കരുത്. ഞാൻ നിങ്ങളോട് പറയുക, ദയവ് ചെയ്ത് ഞാൻ പറയുക. നിങ്ങളെ യൂട്യൂബ് ചാനലിൽ നിന്നും പണം വരുമാനം മേടിക്കുന്നവന്മാരും ഫേസ്ബുക്ക് വഴിക്ക് വരുമാനം ഉണ്ടാക്കുന്നവന്മാരും ഇൻസ്റ്റാഗ്രാം വഴിക്ക് വരുമാനം ഉണ്ടാക്കുന്നവന്മാരെല്ലാം നിന്റെയൊക്കെ തെറിയും നിന്റെയൊക്കെ ഊള കമന്റുകളൊക്കെ കേട്ടിട്ട് ചിലപ്പോൾ മൗനത്തോട് ഇരിക്കുമായിരിക്കും. പക്ഷെ എന്നെ കിട്ടില്ലെന്നീ അതിനൊന്നും. കാരണം നിന്റെ ഒന്നും ചെലവിൽ എന്നല്ലല്ലോ ഇരിക്കുന്നത്. നിന്റെയൊക്കെ 10 വ്യൂവേഴ്ഷിപ്പിനകത്ത് യൂട്യൂബ് വഴിക്കും ഫേസ്ബുക്ക് വഴിക്കും ഇൻസ്റ്റാഗ്രാം വഴിക്കും വരുമാനം മേടിച്ച് ജീവിക്കുന്നവളല്ലല്ലോ റീന. മനസ്സിലായോ? റീന നല്ലതുപോലെ അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്കുന്നവളാ. എന്റെ അടുത്ത് വന്നിട്ട് ഊള കമന്റ് ഇട്ട് തള്ളി മുറിച്ചാലുണ്ടല്ലോ ചേറ്റകളെ, കാലേ മാറി ഞാൻ നിലത്തടിക്കും. അതും കൂടി ഞാൻ പറയുക. സൗണ്ട് കുറവായി. ഞാൻ സൗണ്ടുള്ള സ്ഥലത്ത് കയറി. സോറി എന്റെ കൈ സൗണ്ട് മറച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്ത് കയറി ഞാൻ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ടാ. ഇപ്പൊ സൗണ്ട് കിട്ടി കാണും. ഇപ്പൊ സൗണ്ട് ഉണ്ടല്ലോ. സൗണ്ട് ഉണ്ടോ? ഇപ്പൊ സൗണ്ട് ഉണ്ടോ? സൗണ്ട് ഇപ്പോൾ ഉണ്ടോ? ഓക്കെ. അത് എനിക്ക് പറ്റിയ അബദ്ധമാണ്. ഞാനിങ്ങനെ കൈവച്ച് മറച്ചപ്പോഴത്തേക്കും ഈ സൗണ്ടിന്റെ ഓപ്ഷനുള്ള സ്ഥലത്ത് കൈവച്ച് മറിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, ഇൻസ്റ്റാഗ്രാം വഴിക്കും യൂട്യൂബ് വഴിക്കും ഫേസ്ബുക്ക് വഴിക്കും വീഡിയോ ഇട്ട് പണം ഉണ്ടാക്കുന്നവന്മാര് ചിലപ്പോൾ നീയൊക്കെ ഇടുന്ന കമന്റിനകത്തൊക്കെ വരുമാനം ഉള്ളത് കൊണ്ട് കുത്തിയിരുന്ന് കമന്റും കണ്ട് അതിന് മറുപടിയും തരാതെ എന്ത് ചെയ്യും? നമുക്ക് കച്ചവടം നടക്കാം, നമ്മുടെ കാര്യം നടക്കുന്നതല്ലേ. 10 തെറി വിളിച്ച 10 തെറി വിളിച്ചപ്പം പെണ്ണുങ്ങൾ ഉരിഞ്ഞിട്ട് ഡാൻസ് കളിക്കുന്നു. 10 കാശ് കിട്ടിയാൽ ഉരിഞ്ഞിട്ട് ഡാൻസ് കളിക്കും. പല സ്ത്രീകളും
പോൺ വീഡിയോകൾ സിനിമകളിൽ അഭിനയിക്കുന്നു. 10 കാശ് കിട്ടിയാൽ സിനിമയിൽ അഭിനയിക്കും. ഇതുപോലെ വാർത്തകൾ വായിക്കുന്നവന്മാരും അല്ലാതെ ഉള്ളവന്മാരും ഇനി നാട്ടുകാരുടെ 10 തെറി കിട്ടിയാലും നമുക്ക് ശമ്പളം കിട്ടുമല്ലോ, നമ്മുടെ ജോലിയുടെ വരുമാനമാണല്ലോ, ഇവന്മാരുടെ തെറിവിളി കേട്ടാൽ എന്താ നമ്മുടെ വരുമാനം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫേസ്ബുക്കിനകത്ത് കുത്തിയിരിക്കുന്നവർ കാണുമായിരിക്കും, ഇൻസ്റ്റാഗ്രാമിൽ കുത്തിയിരിക്കുന്നവർ കാണുമായിരിക്കും, യൂട്യൂബിൽ വീഡിയോ ഇടുന്നവർ കാണുമായിരിക്കും. പക്ഷെ റീന, നിന്റെ ഒന്നും കമന്റിനകത്തും നിന്റെ ഒന്നും തെറി കേട്ടിരിക്കേണ്ട ആവശ്യം എനിക്ക് വരുന്നില്ല. കാരണം നിന്റെ ഒന്നും വരുമാനത്തിലല്ലല്ലോ ഞാൻ ജീവിക്കുന്നേ. ഞാൻ അന്തസ്സായിട്ട് പണിയെടുത്താ ഞാൻ ജീവിക്കുന്നത്. അങ്ങനെ പണിയെടുത്ത് ജീവിക്കുന്ന എൻ്റെ അടുത്ത് വന്നിട്ട് ഊള കമന്റുകൾ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കാലേമാരി നിലത്തടിക്കും ചെറ്റകളെ. ഞാൻ അതുകൂടി പറഞ്ഞേക്കുവാ. നിങ്ങളുടെ മുമ്പിൽ ആരുടെയും മുമ്പിൽ തലതിരിച്ച് നിൽക്കേണ്ട ഓച്ചാനിച്ചിരിക്കേണ്ട ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല. മനസ്സിലായോ? ജീസസിനെ വിറ്റ് കാശുണ്ടാക്കുന്ന നിന്റെ അമ്മ വെടിയെടുത്ത് പോയി പറഞ്ഞാതിടാ. റൂബൻ ലിയോനെ നിന്റെ അമ്മ ജീസസിനെ വിറ്റ് കാശുണ്ടാക്കി വെടിവെച്ചോണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അവളോട് പറ, ഹിസ്ബുള്ളയ്ക്ക് കൊണ്ടുപോയി കുനിഞ്ഞിന്ന് കൊടുക്കാൻ പറ. ഇവിടുന്ന് കുറേ മിസൈലങ്ങ് അടിച്ചു വിടുന്നുണ്ട്. നിന്റെ അമ്മയുടെ കൊതം കൊണ്ട് കൊടുത്തിട്ട്, നിന്റെ ഭാര്യയുടെ അമ്മയുടെയും കൊതം കൊണ്ട് കൊടുത്ത് കുനിഞ്ഞു നിൽക്കാൻ പറയടാ. ഇവിടുന്ന് വരുന്ന മിസൈലുകളൊക്കെ തടഞ്ഞു നിർത്താൻ പറ. അവൾ ജീസസിന് വിറ്റ് കാശുണ്ടാക്കുന്ന തള്ള വെടിയാണെങ്കിൽ. റൂബാൻ ലിയോനെ, എടാ നിന്റെ അമ്മ കള്ളവെടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നിന്നെ കള്ളവെടിക്ക് ഉണ്ടാക്കിയിട്ടത് ഞാൻ കുറ്റക്കാരോ? റൂബാൻ ലിയോനെ, നിന്റെ അമ്മ കള്ളവെടിക്ക് ഉണ്ടാക്കി നിന്നെ ഇട്ട് നിനക്ക് തന്തയാരെന്നറിയാത്തതിന്റെ വേദനയിൽ നീ ഇങ്ങനെ പരിതപിച്ച് ഏതെങ്കിലും തന്തയെ കിട്ടുമോ എന്ന് പറഞ്ഞ് നീ കറങ്ങി നടക്കുന്നതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കേണ്ട കാര്യമില്ല റൂബാൻ ലിയോനെ. അതിന് നിന്റെ കള്ളവെടി തള്ളയോട് നീ പോയി ചോദിച്ചാൽ മതി. പറഞ്ഞ മനസ്സിലായോ? നിന്റെ കള്ളവെടി തള്ളയോട് പറയണം, എന്നെ കള്ളവെടിക്ക് നീ ഉണ്ടാക്കിയിട്ടത് ഏതവന്റെ കൂടെയാടി എന്ന് പറഞ്ഞ് അവരോട് പോയി ചോദ്യര്. എന്നിട്ട് ചോദിച്ച് ആ കള്ളവെടി തള്ളയോട് പറ, എനിക്ക് DNA ഒന്ന് തിരക്കി എനിക്ക് തന്തയെ പറഞ്ഞതാന്ന് പറയാം. അവൾ ഏതെങ്കിലും ഒരുത്തന്നെ കൈയിട്ട് കാണിക്കുമായിരിക്കും, ഇതാടാ നിന്റെ തന്തയെന്ന് പറഞ്ഞിട്ട്. എന്നാലും നീ വിശ്വസിക്കരുത്. നീ പോയി DNA എടുത്ത് പരിശോധിക്കുക, അവൻ തന്നെയാണോ നിന്റെ തന്തയെന്ന് പറഞ്ഞിട്ട്. അവൾ കൈയിട്ട് കാണിച്ചാലും അല്ല, നീ അതിന്റെ വേദന തീർക്കാൻ എന്റെ പേജിനകത്ത് കറങ്ങി നടക്കരുത്. പറഞ്ഞു മനസ്സിലായോ? അവന്റെ അമ്മ ആരാണെന്ന് കള്ളവെടിയാണ് പോല്. അതിന് അവന്റെ അമ്മ കള്ളവെടിയാണെങ്കിൽ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് നിന്റെ അമ്മയെ നേരെയാക്കാൻ പറ്റുമോ? എടാ, ജീസസിനെ വിറ്റ് കാശുണ്ടാക്കുന്ന കള്ളവെടിയാണ് പോലും തള്ളയെന്ന്. പോടാ 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 ഊളകളെ. എന്റെ പേജിനകത്ത് കയറി വന്നിട്ട് അടി മേടിച്ചോണ്ട് പോകാനായിട്ട് നാണമില്ലേടാ ഇവരം കെട്ടവന്മാരെ? എന്റെ പേജിനകത്ത് കയറി വന്നിട്ട് എന്നെ പറഞ്ഞ് അടി മേടിച്ചോണ്ട് പോകാനായിട്ട് ഞാൻ അറിയാണ്ട് ചോദിക്കുക. കാസി ഷിബു, സഹോദരി തെറി കുറച്ചുകൂടി നിയന്ത്രിച്ചുകൂടി. ഇതിന്റെ പേര് തെറിയാണോ? ഞങ്ങളുടെ നാട്ടിലൊക്കെ മറുപടി എന്നാ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇതിനെ തെറി എന്നാണോ പറയുന്നത്? ഞങ്ങളുടെ നാട്ടിൽ ഇതിനൊക്കെ മറുപടി എന്നാ പറയുന്നത്. ഷൈനി സണ്ണി, പറയുന്നവർ പറയട്ടെ, ഒന്നിനും മറുപടി കൊടുക്കാൻ നിൽക്കണ്ട. അയ്യോ അങ്ങനെ പറയല്ലേ. അങ്ങനെ ഒന്നിനും മറുപടി കൊടുക്കാൻ നിൽക്കാതിരിക്കാനായിട്ട് ഞാൻ ഇവന്മാരുടെ ചെലവിനും അല്ലല്ലോ ജീവിക്കുന്നത്. പറയുന്നവർ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട്. റീന ഒരുത്തൻ്റെയും ചെലവിൻ്റെയും ജീവിക്കുന്നവളല്ല. അത് നിങ്ങളും ശ്രദ്ധിക്കണം. നിങ്ങളെയൊക്കെ വീട്ടിൽ കയറി വന്ന് ഏതവനെങ്കിലും പറവെടിയെന്നും വേശയെന്നും വെടിയെന്നൊക്കെ വിളിക്കുമ്പോഴത്തേക്കും പറയുന്നവൻ പറഞ്ഞിട്ട് പോട്ടെ എന്ന് പറഞ്ഞ് മിണ്ടാതെ കയറി ഇരിക്കരുത്. അടിക്കുന്ന അടിയിൽ അവൻ്റെ കരണം പൊട്ടണം. ഇല്ലെങ്കിൽ കാലുമടക്കി ചവിട്ടുന്ന ചടിയിൽ അവൻ്റെ ചുണ്ണാമ്പി ചവിട്ടി കീറി കൊടുക്കണം. ഇതാ ചെയ്യേണ്ടത്. ഇതാ തൻ്റെ ഇടമുള്ള പെണ്ണുങ്ങൾ. അല്ലാതെ കേട്ടോണ്ട് കയറി വല്ലതും പറയണ്ട. അവന്റെ വായിക്ക് ലൈസൻസ് കൊടുത്തിരിക്കുവാണോ നിന്നെയും എന്നെയൊക്കെ പറയാനായിട്ട്? ഞാൻ അറിയാണ്ട് ചോദിക്കുവോ, നിങ്ങൾ എന്തിനാ അങ്ങനെ ജീവിക്കുന്നേ? നിങ്ങൾ എന്തിനാണ് അങ്ങനെ ജീവിക്കുന്നത്? മനുഷ്യ സമൂഹത്തിൽ ഭയമില്ലാത്തവരായി ജീവിച്ച് പഠിക്കുന്നെങ്കിലും. അല്ലാന്നുണ്ടെങ്കിൽ വരുന്നവനും പോകുന്നവനെല്ലാം കയറി വേട്ടയാടിക്കൊണ്ട് പോകും നിങ്ങളെ. അതിനൊന്നും അനുവദിക്കരുത്. ഇനിയുള്ള കാലം എന്ന് പറയുന്നത് വളരെ ഭയാനകമായി നിറഞ്ഞ കാലമാണ്. ഞാൻ നിങ്ങളോട് അന്നേ വന്നിട്ട് ഒരു ലൈവിൽ ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞിരുന്നു. അതായത് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിനകത്ത് 18-ാം വാക്യത്തിൽ ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്. പിശാചിന്റെ സംഖ്യയെക്കുറിച്ച് 666 എന്നാണ് അവന്റെ നാമം എന്നാ പറഞ്ഞിരിക്കുന്നത്. അതവന്റെ പേരോ
പേരിന്റെ സംഖ്യയോ ആണ്. ബുദ്ധിയുള്ളവൻ ആ നാമം കണക്ക് കൊടുക്കട്ടെ എന്നാ. ബുദ്ധിയുള്ളവൻ റൂബാൻ ലിയോൺ, അതാ പറഞ്ഞത്. നിന്റെ അമ്മയെ കുറിച്ച് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കള്ളവടി അമ്മേനെ. മനസ്സിലായോ? അതാ നിന്റെ അമ്മയെ, കള്ളവടി അമ്മയെ കുറിച്ച് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ചെല്ല്. ഇവിടെ വന്നാൽ നാറി നീ എന്ത് ചെയ്യും? തൂങ്ങിച്ചാകും. നിന്റെ കള്ളവടി അമ്മയും നീയും കൂടി എന്ത് ചെയ്യും? തൂങ്ങിച്ചാകും. ചെല്ല്. കൂടുതൽ നേരം ഇവിടെ കറങ്ങി നിൽക്കരുത്. ഓടോട് കണ്ടം വഴിക്ക്. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്തുവാ? പിശാചിന്റെ സംഖ്യ എന്തെന്ന് പറഞ്ഞിട്ട്. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം, ഇവിടെ ബുദ്ധി കൊണ്ട് ആവശ്യം 666 എന്നാണ് അവന്റെ സംഖ്യ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഈ 666 ആണ് അവന്റെ സംഖ്യ എന്ന് പറയുമ്പോൾ, ഒരു മിനിറ്റ്, 666 ആണ് അവന്റെ സംഖ്യ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അത് നിങ്ങൾ ഇപ്പോഴും സംഖ്യയിൽ കണ്ടുകൊണ്ടിരിക്കുക 666 എന്ന് പറഞ്ഞിട്ട്. ഈ 666 എന്ന് പറയുന്ന സംഖ്യ അല്ല, അത് ഗ്രീക്കിൽ എഴുതിയിട്ടുണ്ട്. അതിന് ഗ്രീക്കിൽ എഴുതിയിരിക്കുന്ന പദം എന്ന് പറയുന്നത്, ഞാൻ ഒരു മിനിറ്റ് അതിനെ ഒന്ന് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരാൻ ഞാൻ നോക്കാവേ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. റൂബാൻ ലിയോൺ, എടാ പോടാ ഊളക്കുണ്ടായിരുന്നു. നീ ഈ പേജിനകത്ത് കിടക്കുന്ന കോല വരും ഞാൻ അടിക്കും. കഴിവേറി ഇറങ്ങി വിടാ ചെറ്റേ. ജീസസിനെ ഓർത്ത് പ്ലീഷില് നീ ആരാടാ ഇതിനകത്ത് കയറി ഇരിക്കാനായിട്ട്? ഇറങ്ങി പോടാ ഊളെ. അമ്മയും ഭാര്യയും കൊണ്ടുപോയിട്ട് വല്ല ഉസ്താദുമാർക്കും കൊതം കൊടുക്കാൻ കൊടുത്തിട്ട് വന്നിട്ട് പിന്നെ കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്നവന്മാർ ഇവിടെ ഒന്ന് കമന്റ് ഇട്ട് തള്ളിമറിക്കുക. കഴിവേറി നീ കൂടുതൽ നേരം ഇവിടെ കയറി വിലസ. നീ ഇറങ്ങിപ്പോ. നിന്റെ അടുത്ത് ഈ പേജ് ഇരിക്കാൻ മതി. നീ എന്റെ ശിഖണ്ഡിക്കുണ്ടായവനാടാ ചേറ്റേ. എത്ര അടി കൊണ്ടാണ് നിനക്ക്? ഒരു ഉളുപ്പുമില്ല, നാണമില്ലാതെ ഇതിനകത്ത് കയറി കിടക്കുന്നത്. നാണം കെട്ടവനെ. നിനക്ക് കിട്ടിയതൊന്നും പോരെ? നീ ആരെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ പേജിൽ കയറി കിടക്കുന്നത്? ചേറ്റേ, കൂടുതൽ നേരം ഇതിനകത്ത് സംസാരിക്കരുത്. ഇറങ്ങിപ്പോ. ഊളയ്ക്കുണ്ടായവനെ. ജീസസിനെ ഓർക്കാൻ നടക്കുന്നു. നീ ഓർക്കണ്ട ജീസസിനെ. ഓർക്കേണ്ടവർ ഓർത്തോളൂ. ഒരു മിനിറ്റ്, ഞാനൊന്ന് പറഞ്ഞു തീർത്തട്ടെ ഇവന്. ഒരു മിനിറ്റ്. ഞാൻ എൻ്റെ വേടൊന്ന് എടുക്കുക അതിന് വേണ്ടിയിട്ടാ. തോദാ 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 ആബാ തോദാ റബ്ബാ നന്ദി നന്ദി നന്ദിയേ. അതിന്റെ ഹീബ്രു ഗ്രീക്ക് വേർഡ് എങ്ങനെയാ അത് വായിക്കുന്നതെന്നുള്ളത് ഞാൻ നോക്കുക. അത് മറന്നും പോയി എനിക്ക്. എക്സി എന്നാ പറയുന്നത്. ഓക്കെ, എക്സക്കോസ് എക്സിദ എക്സി എന്നാണ് അതിന് പറയുന്ന പേര്. ഓക്കെ, അതായത് വെളിപ്പാട് പുസ്തകം അതിന്റെ 13-ാം അധ്യായം 18-ാം വാക്യം, അതിനകത്ത് അതായത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ കണക്കുകൂട്ടട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് 666 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 666 ആണ് എന്ന് പറയുമ്പോഴത്തേക്കും ആളുകൾ ചിന്തിക്കും 666 എന്നുള്ള രീതിയിലാണ് ആളുകൾ ചിന്തിക്കുന്നത്. പക്ഷേ അത് ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നത് എക്സക്കോസ് എക്സിദ എക്സി എന്ന് പറഞ്ഞിട്ടാണ്. 666 എന്ന് പറയുന്നതിനെ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആ ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നതിനെ നിങ്ങൾ അറബിക്കിൽ പോയാൽ, അതായത് ഗ്രീക്കിൽ എഴുതിയിരിക്കുന്ന അതേ വേർഡിനെ നിങ്ങൾ അറബിക്കിൽ ട്രാൻസ്ലേഷൻ ചെയ്താൽ ബിസ്മില്ലാ ഇൻ ദ നെയിം ഓഫ് ദ അല്ലാ എന്ന് കിട്ടും. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം.
അതായത് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഈ 666 എന്ന് ഗ്രീക്കിൽ എഴുത്തിലാണ് എഴുതിയിരിക്കുന്നത്, അത് വേർഡിലാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴാണ് 666 എന്ന സംഖ്യയിലോട്ട് എഴുതിയിരിക്കുന്നത്. പക്ഷെ 2000 വർഷങ്ങൾക്ക് മുൻപ് ഗ്രീക്കിൽ എഴുതിയപ്പോൾ സംഖ്യയിൽ 666 എന്നല്ല എഴുതിയിരിക്കുന്നത്, പിന്നെയോ അത് വേർഡിലാണ് എഴുതിയിരിക്കുന്നത്, എക്സാക്കോസ് എക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് അങ്ങനെ പറയുമ്പോൾ അത് അറബിക്കിലോട്ട് നിങ്ങൾ ട്രാൻസ്ലേഷൻ ചെയ്തു കഴിഞ്ഞാൽ അത് ബിസ്മില്ലാ, ഇൻ ദ നെയിം ഓഫ് അള്ളാ എന്നാണ് വരുന്നത്. അപ്പോൾ ഇൻ ദ നെയിം ഓഫ് അള്ളാ ബിസ്മില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 666. അപ്പോൾ ഇപ്പോൾ മനസ്സിലായി ഈ സാത്താൻ ആരാണെന്ന് പറഞ്ഞിട്ട്. ഈ സാത്താൻ ആരാണെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സാത്താൻ ആരാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞോ? ഈ പാസ്റ്റർമാരും പുരോഹിതന്മാരും ഇവരെല്ലാവരും വിവരക്കേടുള്ളവര്, അതായത് ബുദ്ധി തെളിയാത്തവര്. അവിടെ ബുദ്ധി കൊണ്ട് ആവശ്യം, ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം എന്ന് വചനത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ ബുദ്ധിയും ജ്ഞാനവും ഇല്ലാത്ത ഈ പാസ്റ്റർ പൊട്ടന്മാരും ഈ പുരോഹിതന്മാരും ട്രംപിനെ തിരക്കിയും പോപ്പിനെ തിരക്കിയും അവരെ തിരക്കിയും ഇവരെ തിരക്കിയും കറങ്ങി നടക്കുകയാണ്. പക്ഷെ പിശാച് വളരെ ബുദ്ധിപരമായി, വളരെ തന്ത്രപരമായിട്ട് അവൻ AD 600-കളിലേ വെളിപ്പെട്ടു. ദൈവവചനം പറയുന്ന വ്യക്തമായ രീതിയിൽ തന്നെ അവൻ AD 600-കളിൽ വെളിപ്പെട്ടത് കൊണ്ടാണ് 666 എന്ന് നിങ്ങൾ അക്ഷരത്തിൽ തിരക്കി സംഖ്യയിൽ തിരക്കി നടക്കുമ്പോൾ അത് അക്ഷരത്തിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത് ഗ്രീക്കില്. ആ ഗ്രീക്കിനെ നിങ്ങൾ അറബിക്കിൽ അതേപോലെ ട്രാൻസ്ലേഷൻ ചെയ്താൽ, അതല്ല അറബിക്ക് എന്താണോ ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നത് അത് അറബിക്ക് വേടം കൂടിയാണ്. ആ ഗ്രീക്കിൽ എങ്ങനെ എഴുതിയിരിക്കുന്നോ അതേ സാധനം തന്നെയാണ് അറബിക്കിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ അത് എഴുതിയിരിക്കുന്നത് ബിസ്മില്ല, ഇൻ ദ നെയിം ഓഫ് അള്ളാ, അള്ളാന്റെ നാമം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതൊരു മനുഷ്യന്റെ പേര്, ഒരുവന്റെ സംഖ്യ എത്രേ, അത് മനുഷ്യന്റെ പേരത്രേ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ഇപ്പം ഞാൻ തെളിയിച്ചു തരാം. നിങ്ങൾക്ക് പിടികിട്ടിയോ? അത് ഒരു മനുഷ്യന്റെ സംഖ്യ എത്രേ. ഈ മനുഷ്യൻ ആരാണ്? അതായത് അള്ളാ എന്ന് പറയുന്ന ദൈവത്തെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരുവനിലൂടെയാണ് വെളിപ്പെടുത്തി കാണിച്ചത്. അല്ലാതെ അള്ളാ എന്ന് പറയുന്ന ദൈവത്തെ ആർക്കും അറിയത്തില്ലായിരുന്നു. മുഹമ്മദ് എന്ന് പറയുന്ന ഒരുത്തനിലൂടെയാണ് ഈ അള്ളാ എന്ന് പറയുന്ന ദൈവത്തെ ഇവർ വെളിപ്പെടുത്തി കാണിച്ചത്. അപ്പോൾ സാക്ഷാൽ സാത്താൻ തന്നെ അവിടെ വെളിപ്പെട്ടു എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതൊന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 786 എന്ന് പറയുന്നത് ഇസ്ലാമിക രീതി അനുസരിച്ച് അവരുടെ പേരാണ്. അതായത് അവിടെ ദൈവത്തിന്റെ നാമമാണ്. ബിസ്മില്ല എന്ന് പറഞ്ഞാൽ 786, ഇൻ ദ നെയിം ഓഫ് ദ അള്ളാ 786 എന്ന് പറയുന്നത് എന്താ പറയുന്ന ഈ അവരുടെ സംഖ്യയാണ്. ആരുടെ? ഇസ്ലാമിസ്റ്റുകളുടെ. അതുകൊണ്ടായി ആ സംഖ്യയിൽ മറിഞ്ഞിരിക്കുകയാണ്. കർത്താവ് സംഖ്യയുടെ കളിയിട്ടാണ് പഠിപ്പിച്ചിരിക്കുന്നത്. കാരണം ഇവൻ യേശുവ പറഞ്ഞൊരു കാര്യം, അവൻ എന്റെ നാമം എടുത്തു വരും. ശ്രദ്ധിച്ചു കേട്ടോണം ഞാൻ ഈ പറയുന്ന കാര്യം. അവൻ എന്റെ നാമം എടുത്തു വരും എന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് ദൈവത്തിന്റെ നാമം എടുത്തു വരുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ നാമം എങ്ങനെ പിശാച് എടുത്തു? എങ്ങനെ അവൻ എടുക്കാൻ പറ്റി? കർത്താവിന്റെ നാമം ഏത് രീതിയിലാണ് അവൻ എടുത്തിരിക്കുന്നത്? എങ്ങനെയാണ് അവൻ എടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 786 എന്ന് പറയുന്ന ഈ മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്ന തള്ളാഹുവിന്റെ ബിസ്മില്ല പറയുന്ന ആ നാമത്തിന് അർത്ഥം എന്താണെന്നറിയാമോ? ഹീബ്രുവില്, എബ്രായ ഭാഷയിൽ ആ നാമത്തിന്റെ അർത്ഥം യേശുവ എന്നാണ്. പിടികിട്ടിയോ നിങ്ങൾക്ക്? ആ യേശുവ എന്നുള്ള നാമത്തിന്റെ സംഖ്യയായിരിക്കുന്ന 786 എന്നുള്ള സംഖ്യ എടുത്തിട്ടാണ് അവന്റെ നാമമായി അവൻ വെളിപ്പെട്ടു വന്നിരിക്കുന്ന സാത്താൻ. അപ്പോൾ അവൻ അപ്പം ബുദ്ധിയുള്ളവർക്കേ ഇത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം, ഇവിടെ ബുദ്ധി കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ കണക്ക് കൂട്ടട്ടെ, ജ്ഞാനമുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ കണക്ക് കൂട്ടട്ടെ. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. സാത്താൻ വരുന്നത് ഒരു സംഖ്യയിലാണ്. അവൻ 666 ആണ്. 666 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിയുള്ളവൻ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ആ 666 നമ്മൾ സംഖ്യയിൽ അക്കത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത്, സംഖ്യക്കകത്ത് 666 എന്ന്. പക്ഷെ 666 എന്നല്ല, പിന്നെയോ അത് എക്സാക്കോസ് എക്സ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡാണ്.
ആ വേർഡ് അതേപോലെ നിങ്ങൾ അറബിക്കിൽ എഴുതി നോക്കിയേ. ആ വേർഡ് നിങ്ങൾ ഗ്രീക്കിലുള്ളതിനെ അതെങ്ങനെയാണോ എഴുതിയിരിക്കുന്നത് അത് തന്നെയാണ് അറബിക്കില് ഇൻ ദ നെയിം ഓഫ് ദ അള്ളാഹ് എന്ന് എഴുതിയിരിക്കുന്നത്. നിങ്ങളത് കണ്ട് ഞെട്ടേണ്ടതാണ്. മനസ്സിലായോ? അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ തന്നെ തെളിവ് സഹിതം കാണിച്ചു തരാം. ഇതാണ്ടോ, നിങ്ങൾ നോക്ക്, ഇത് കണ്ടോ? ഈ കാണുന്നത് ഗ്രീക്കിൽ എഴുതിയിരിക്കുന്ന 666 എന്ന് പറയുന്നതാണ്. ഇതാണ് ഇൻ ദ നെയിം ഓഫ് അള്ളാഹ്. കണ്ടോ? നിങ്ങൾ കണ്ടോ? ഈ താഴെ കാണുന്നത് ഗ്രീക്കിൽ എഴുതിയിരിക്കുന്ന 666 എന്ന് പറഞ്ഞ് ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നതാണ്. ആ മേളിൽ കാണുന്നത് നോക്കിയേ, ഇൻ ദ നെയിം ഓഫ് അള്ളാഹ്, ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമം. അപ്പോൾ ഈ 666 എന്താണ്? അള്ളാഹുവിന്റെ നാമമാണ്. ഇപ്പൊ പിടികിട്ടിയോ നിങ്ങൾക്ക്? ഗ്രീക്കിൽ എങ്ങനെയാണോ 666 എഴുതിയിരിക്കുന്നത് അത് തന്നെയാണ് അറബിക്കിൽ എഴുതിയിരിക്കുന്ന ഇൻ ദ നെയിം ഓഫ് അള്ളാഹ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഈ സാത്താൻ എവിടെ കയറിയാ ഒളിഞ്ഞിരിക്കുന്നേന്ന്? ഇപ്പോഴും പാസ്റ്റർമാരുടെ വാക്കും കേട്ട്, പുരോഹിതന്മാരുടെ വാക്കും കേട്ട് ട്രംപിനെ തിരക്കും, പോപ്പിനെ തിരക്കും, അവരെ തിരക്കും, ഇവരെ തിരക്കും ഓടി സമയം കളഞ്ഞവരെ, ബുദ്ധിയില്ലാത്ത മണ്ടന്മാരെ പിശാച് കയറി ഒളിച്ചിരിക്കുന്നത് ആരുടെ നാമത്തിലാണെന്ന് നോക്കിക്കോ നിങ്ങൾ. എതിർ ക്രിസ്തു എന്ന് പറയുന്നവൻ എങ്ങനെയാ വെളിപ്പെടാൻ പോകുന്നത് നിങ്ങൾ നോക്കിക്കോ നിങ്ങൾ. 786 എന്ന് പറയുന്ന ബിസ്മില്ലാ എന്ന് പറയുന്ന അവന്റെ സംഖ്യ എന്ന് പറയുന്നത് അതിനകത്ത് അവൻ മറച്ചു വെച്ചിരിക്കുന്ന ഒരു പേരുണ്ട്. 786 എന്ന് പറയുന്ന ആ സംഖ്യക്കകത്ത് അവൻ മറച്ചു വെച്ചിരിക്കുന്ന ഒരു പേരുണ്ട്. ആ പേരാണ് ഹീബ്രു ഭാഷയിൽ പറഞ്ഞിരിക്കുന്ന യേശുവ എന്നുള്ള പേര്. കണ്ടോ? യേശുവ എന്ന് സാക്ഷാൽ കർത്താവ് എന്താ പറഞ്ഞ? അവൻ എന്റെ നാമം എടുത്തു വരും. അത് കണ്ടുപിടിക്കണമെങ്കിലും ബുദ്ധി വേണം. വിവരദോഷികൾക്കും മണ്ടന്മാർക്കും ദൈവം ഇത് വെളിപ്പെടുത്തി കൊടുക്കത്തില്ല. അന്ത്യകാലഘട്ടത്ത് ദൈവം ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കൂ എന്ന് പറഞ്ഞത് സത്യമാണ്. ലോകത്തിലെ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ഭോഷത്വം അതിനെ തെരഞ്ഞെടുത്തു. ജ്ഞാനികളും വിവേകികൾക്കും മറച്ചു വെച്ചിട്ട് ദൈവം ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കും. ലോകത്തിലെ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ഭോഷത്വമായി ഇതിനെ തെരഞ്ഞെടുക്കും എന്ന് പറഞ്ഞതുപോലെ ഇന്ന് റൂബാൻ ലിയോൻ അവനെ എല്ലാവരും കൂടി ഒന്ന് കണ്ടം വഴിക്കൊന്ന് ഓടിച്ചു വിട്ടേ ആ ചെറ്റേനെ. അവൻ ഇതിനകത്ത് വീണ്ടും കറങ്ങി നടക്കുക. നീ ഇതിനകത്ത് കൂടുതൽ നേരം നിന്ന് കഴിഞ്ഞാൽ ഞാൻ ചവിട്ടി പുറത്താക്കും ചെറ്റേ. നീ കൂടുതൽ നേരം ഇതിനകത്ത് കറങ്ങി നിൽക്കരുത്. എത്ര അടി കൊണ്ടാലും നാണം കെട്ട നാരിക്കുണ്ടായവൻ, ശിഖണ്ഡിക്കുണ്ടായവൻ, സാധാരണ ആണും പെണ്ണും കെട്ടവന്മാരെന്ന് പറയുന്നവന്മാരെക്കാളും കേവലം കെട്ട ഒരു ശിഖണ്ഡിയാണല്ലോ ഇതിനകത്ത് കിടക്കുന്നതെന്ന് ചിന്തിക്കുന്നത്. ഇത്രയും അടി കൊണ്ടിട്ടും നാണക്കേടും ഒരു കൂതറയുമായിട്ടിരിക്കുന്നവൻ. ഇത് ക്രിസ്തവന്റെ രീതിയല്ല. ക്രിസ്തവന്റെ രീതി കൊണ്ടുപോയിട്ട് അമ്മയും സഹോദരിയും കൊണ്ട് കൂട്ടിക്കൊടുക്കുന്ന രീതിയാ ക്രിസ്തവന്റെ രീതി. ചേച്ചെ റൂബാൻ ആണടാ, നിന്നെപ്പോലുള്ള ഊളകളുടെ രീതി അല്ലടാ ഇത്. ഇത് സാക്ഷാൽ സാത്താനോട് പടവെട്ടുന്നവരുടെ രീതി, അല്ലാതെ സാത്താന് കൊണ്ടുപോയി നിന്റെ അമ്മയും പെങ്ങളെയും കൂട്ടിക്കൊടുക്കുന്നവന്റെ രീതി അല്ലടാ ചേറ്റ ഇത്. റൂബാൻ ലിയോനെ പറഞ്ഞ മനസ്സിലായടാ, ഊളയ്ക്കുണ്ടായവനെ. കാര്യത്തിന്റെ സീരിയസ്നെസ് അറിയാതെ കറങ്ങി നടക്കുവാ ഇതിനകത്ത് അടി മേടിക്കാൻ ചേറ്റ. കാര്യം എവിടം വരെ ഗൗരവമായിട്ട് ക്രിസ്തവന്റെ രീതിയല്ല. അതെ, ക്രിസ്തവന്റെ രീതിയല്ല. പാച്ചർമാരുടെ ശിഖണ്ഡികളുടെയും പുരോഹിതന്റെ ശിഖണ്ഡികളുടെയും രീതി അല്ലടാ ഇത്. ഇത് അവന്റെ ഒന്നും രീതിയിൽ അവന്മാർക്ക് ശിഖണ്ഡിയായിട്ടിരിക്കാനേ പഠിപ്പിച്ചിട്ടുള്ളൂ, നിന്നെയൊക്കെ അങ്ങനെ ആക്കി വെച്ചിട്ടുള്ളൂ. പക്ഷേ ഇത് സാത്താനോട് പടവെട്ടാൻ തക്കവണ്ണം സാത്താൻ ഏത് വഴിക്ക് വന്നാൽ, നിന്റെ രൂപത്തിൽ വന്നാലും അത് ഏത് രൂപത്തിൽ വന്നാലും അടിച്ച് ഞാൻ കണ്ട വഴിക്ക് ഓടിക്കും. അതങ്ങനെ തന്നെയാ. അല്ല, നിന്നെയൊന്നും കണ്ടിട്ട് മനുഷ്യകുലത്തിലൊന്നും കണ്ടിട്ട് നിന്നോടൊന്നും സ്നേഹത്തിൽ പെരുമാറാൻ റീനയെ കിട്ടത്തില്ല. നിന്നെയൊക്കെ
കട്ടയ്ക്ക് പിശാചിന്റെ അതേ സ്ഥാനത്ത് നിർത്തിയിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് നിന്നെയൊക്കെ തീട്ടം വരെ ഞാൻ അടിക്കുന്നത്. ഏത് ലെവലിൽ വരെ എനിക്ക് അടിക്കാൻ പറ്റുമോ ഞാൻ അടിക്കുന്നത്, നിന്റെയൊക്കെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാ കേട്ടോ. അതുകൊണ്ട് സ്ഥലം കാലിയാക്കിയിട്ട് ഓട്, കണ്ടം വഴി വിവരം കെട്ടവനെ. അപ്പോൾ പിശാച് 786 എന്ന് പറയുന്ന സംഖ്യ എടുത്തുകൊണ്ട് അവനും വന്നിരിക്കുകയാ. അത് പിന്നെ ഈ അറബികൾക്ക് പോലും അറിയത്തില്ല 786 എന്താ മറിഞ്ഞിരിക്കുന്നതെന്ന്. 786 ഹീബ്രു അക്ഷരം വെച്ച് നോക്കിയാൽ അവരുടെ അക്ഷരത്തിൽ 786 എന്ന് പറഞ്ഞാൽ യേശുവ എന്നാണ്. എബ്രായ ബൈബിൾ അനുസരിച്ച് അവരുടെ ഓരോ വേർഡുകൾക്കും ഓരോ അക്കങ്ങളുണ്ട്, ഓരോ അക്ഷരങ്ങളുണ്ട്. ആ ഓരോ വേർഡുകൾക്കും ഇപ്പൊ 536 എന്ന് പറഞ്ഞൊരു അക്ഷരം, ചിലപ്പോ ദ എന്ന് പറയുന്ന പദത്തിന് 536 എന്നുള്ള സംഖ്യ എന്നിരിക്കട്ടെ. അപ്പോൾ ബൈബിളിൽ എവിടെയെല്ലാം ദേ എഴുതിയിട്ടുണ്ടോ അവിടെയെല്ലാം ഈ 536 ആയിരിക്കും. ആ സംഖ്യ വെച്ചിട്ടാണ് അറിയപ്പെടുന്നത്. ഇന്നെന്നുള്ള പദത്തിന് 520 എന്നല്ലായിരിക്കും, അല്ലെങ്കിൽ 410 എന്നായിരിക്കും. ബൈബിളിൽ എവിടെയെല്ലാം ഇന്നെന്ന് എഴുതിയിട്ടുണ്ടോ അവിടെയെല്ലാം ഈ 410 420 എന്നുള്ള സംഖ്യയായിരിക്കും. ഇതുപോലെ തന്നെ യേശുവ എന്ന് എവിടെയൊക്കെ എഴുതിയിരിക്കുന്നോ അവിടെയെല്ലാം 786 എന്ന് പറയുന്ന സംഖ്യയാണ് എഴുതിയിരിക്കുന്നത്. അതേ സംഖ്യ എടുത്തുകൊണ്ടാണ് സാത്താൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ രഹസ്യമായി ആരും അറിയാതെ ബുദ്ധിയുള്ളവൻ കണ്ടുപിടിക്കും ആ നാമം. ഇവൻ എടുത്തോണ്ട് വന്നത് ആരുടെ നാമത്തിലാണെന്നുള്ളത് കൂടി മനസ്സിലായോ? ആരുടെ നാമത്തിലാണ് ഇവൻ വന്നിരിക്കുന്നതെന്ന് ബുദ്ധിയുള്ളവൻ തീരുമാനിക്കും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പിശാച് ഏത് രീതിയിലാണ് ഇന്ന് സമൂഹത്തിൽ ചുറ്റിക്കറങ്ങി നടക്കുന്നതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇത് നിങ്ങളുടെ സമൂഹത്തിൽ പറഞ്ഞു തരാൻ ഭയപ്പെടുന്നവരാണ് നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന പുരോഹിതന്മാരും നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന പാസ്റ്റർമാരും. നിങ്ങൾക്കിത് പറഞ്ഞു തരാൻ, ഈ സത്യത്തെ വെളിപ്പെടുത്തി തരാൻ അവർ ഭയപ്പെടുന്നവരാണ്. ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയുക, പേടിക്കരുത്, അരണ്ടു പോകരുത്. ഞാൻ ഇവന്മാർക്ക് കൊടുക്കുന്ന കൊടുപ്പ് കാണുമ്പോഴത്തേക്കും നിങ്ങൾ ചിന്തിക്കണം, എന്റെ പോരാട്ടം സാത്താനോടുള്ളതാണ്. സാത്താനെ സ്നേഹിച്ച് ചെല്ലം കൊഞ്ചിയൊന്നും വിടാൻ പറ്റത്തില്ല. അവനെ കാലേ വാരി അടിക്കണം, തീട്ടത്തിൽ മുക്കി തന്നെ അവനെ അടിക്കണം. അത് സാത്താന്റെ രൂപത്തിൽ വരുന്ന ഏതവനാണെങ്കിലും, അത് ഹിന്ദു നാമധാരിയായിരിക്കും, ക്രിസ്ത്യൻ നാമധാരിയായിരിക്കും, ഇസ്ലാമിക നാമധാരിയായിരിക്കും, അവന്റെ ആത്മാവിനെ തിരിച്ചറിയാനുള്ള ബോധം കൂടി നിങ്ങൾക്കുണ്ടായിരിക്കണം. കാരണം ഞാൻ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ സ്വന്തം ലാഭത്തിന് വേണ്ടിയിട്ടും എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടും 10 പൈസ യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഫേസ്ബുക്കിൽ നിന്നും വരുമാനമുണ്ട്. ഫലത്തിൽ നിന്നും വൃക്ഷത്തെ തിരിച്ചറിയുവനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ കാലം മുതൽ ഈ കാലം വരെ ഞാൻ വായ്തോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് 10 പൈസ ചിക്കിലി ഉണ്ടാക്കുന്ന വരുമാന മാർഗമല്ല ഇത്. അതിന് ഞാൻ അധ്വാനിക്കാൻ പോകുന്നുണ്ട്. എൻ്റെ കൈകാലുകൾ ഉപയോഗിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് ഞാൻ വേല ചെയ്ത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ ഞാൻ അധ്വാനിച്ച് തിന്നുന്നവളാ. അല്ലാതെ ഞാൻ ഫേസ്ബുക്കിൽ വരുമാനം കിട്ടുമെന്നും യൂട്യൂബിൽ വരുമാനം കിട്ടുമെന്നും ദൈവവചനം വിറ്റ് കാശാക്കുന്നവളല്ല. അപ്പോൾ ഞാൻ ഇത് വന്ന് ഇവിടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പച്ചത്തെറിയും അതും ആഭാസവും വൃത്തികേടും പറഞ്ഞു വരുന്നവന്മാരെ അതേ നാണയത്തിൽ ഞാൻ തിരിച്ചടിക്കുന്നുണ്ടെങ്കിൽ അത് സാത്താന് കൊടുക്കുന്ന അടിയാ. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, അത് ബുദ്ധിയുള്ളവന് മനസ്സിലാകും. അല്ലാതെ സാത്താനെ സ്നേഹിക്കാൻ പാസ്റ്റർ പഠിപ്പിച്ചു തരുമായിരിക്കും, സാത്താനെ സ്നേഹിക്കാൻ പുരോഹിതൻ പഠിപ്പിച്ചു തരുമായിരിക്കും നിങ്ങൾക്ക്, ഇല്ലെങ്കിൽ സാത്താനെ സ്നേഹിക്കാൻ ഉപദേശിമാര് പഠിപ്പിച്ചു തരുമായിരിക്കും. പക്ഷെ നീന സാത്താനെ സ്നേഹിക്കാൻ പഠിപ്പിക്കില്ല, കണ്ടം വഴിക്ക് ഓടിക്കാൻ പഠിക്കും. കാരണം സാത്താൻ വരുമ്പോൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ പറന്നു കിടന്നൊന്നുമല്ല സാത്താൻ വരുന്നത്. സാത്താൻ മനുഷ്യന്റെ രൂപത്തിൽ തന്നെയാണ് ഇറങ്ങി വരുന്നത്. മനുഷ്യന്റെ രൂപത്തിലും മനുഷ്യന്റെ വേഷത്തിലുമാണ് സാത്താൻ ഇറങ്ങി നടക്കുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, അന്ത്യകാലം അടുത്തിരിക്കുന്നു. അവന്റെ രാജ്യം സ്ഥാപിക്കാൻ പോകുകയാണ്. മുറിവ് പൊറത്തുപോയ മൃഗമെന്ന എവിടെ എഴുതി വെച്ചിരിക്കുന്നത്? വെളിപ്പാട് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. മുറിവ് പൊറത്തുപോയ മൃഗം അവൻ മടങ്ങി വരുമെന്ന് പറഞ്ഞിട്ട്, അവന്റെ മുറിവ് പൊറത്തുപോയതിനു ശേഷം അവൻ അല്പകാലമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവനൊരു വരവ് വരും. ഇപ്പോൾ ഇസ്രായേൽ അടിച്ചു നിലം പരിചാക്കുക, ഹമാസിനെ തീർത്തു വെച്ചിരിക്കുക. അവന്റെ മുറിവ് ഏറ്റവും വലിയ മുറിവാണ്. ഹിസ്ബുള്ളക്ക് കിട്ടുന്ന അടി എന്ന് പറഞ്ഞാൽ അതിനേക്കാളും മുറിവാണ്. ഇനി അടുത്തവനും കിട്ടാൻ പോകുക അടി. ഇങ്ങനെ എല്ലായിടത്തും ഇസ്രായേലിന്റെ കയ്യിൽ നിന്നും അടി കൊണ്ട് ആ വേദനയിൽ പുളയുന്നവൻ ഒരു സമയം എഴുന്നേറ്റ് വരും. അവൻ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് കൂട്ടമായിട്ട് തന്നെ പദ്ധതി തയ്യാറാക്കിക്കൊണ്ട് ഇസ്രായേലിനെതിരെ വരും. അങ്ങനെ വരാൻ പോകുന്ന നാളുകൾ അടുത്തിരിക്കുകയാണ്. പക്ഷെ അന്നാണ് യേശുവ ഇറങ്ങി നിന്നുകൊണ്ട് യഹോശുവ മശിഹ തന്റെ ശ്വാസത്താൽ ഇവന്മാരെ കാലെ വാരി അടിക്കാൻ പോകുന്നത്. ഒരു യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പേ നമ്മൾ യുദ്ധത്തിന്റെ സൈന്യത്തിന് മുൻപിൽ നിൽക്കാനുള്ളവരാ. എടാ, യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. യുദ്ധമാണ് നടക്കാൻ പോകുന്നത്.
അപ്പോൾ യുദ്ധം നടക്കുന്നതിന് മുമ്പേ, മനസ്സിലായോ? യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ യുദ്ധം നടക്കുന്നതിന് മുൻപേ എന്തു ചെയ്യണം? യുദ്ധത്തിന് തയ്യാറാക്കുന്ന പോരാട്ട വീരന്മാരുണ്ടായിരിക്കണം. നിങ്ങൾ ഭയമില്ലാത്തവരായി അന്ത്യകാലത്ത് മാറണം. ആരെ കണ്ട് പേടിക്കാനാ? ആരെ കണ്ട് പേടിക്കാനാണ്? യുദ്ധത്തിന് സമയം, കാഹളം മുഴങ്ങാൻ പോകുന്നു, യുദ്ധം തയ്യാറാകാൻ പോകുന്നു. അപ്പോഴും ഭീരുക്കളെ പോലെ ഇന്ന് ഒളിച്ചിരിക്കുന്നവന്മാരാ സമൂഹത്തില്. ഇന്ന് ഭീരുക്കളെ പോലെ കാഹളം മുഴങ്ങാൻ പോകുന്നു, യുദ്ധത്തിന് റെഡിയാകാൻ പോകുന്നു. യഹോശുവ മശിക ഒലിവുമലയെ കാരി ചവിട്ടാൻ പോകുന്നത് കുഞ്ഞാടികളെ വരുവിൻ ഞാൻ ശത്രുക്കളെ സ്നേഹിക്കാം വെച്ച് തലോടാനല്ല, കർത്താവിന്റെ ശ്വാസത്താൽ വലിച്ചു കീറാൻ വേണ്ടിയിട്ട് വരിക. അല്ല, നിങ്ങൾ എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്ന കാൽവരി കൃഷി മരിച്ച കർത്താവ് അല്ലോ എല്ലാവരെ സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ച കർത്താവ് വന്നിട്ട് എല്ലാവരും മക്കളെ വരുവിൻ, എന്റെ മാറോട് ചേരുവിൻ മക്കളെ, ഞാൻ ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിച്ചുവല്ലോ. അയ്യോ കുഞ്ഞാടികളെ, ഇസ്രായേൽ കുഞ്ഞാടികളെ, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, അവരെ വെറുതെ വിടുവിൻ കുഞ്ഞാടികളെ. അവർ നമ്മുടെ ശത്രുക്കളാണെങ്കിലും നിങ്ങളവരെ എന്ത് വൃത്തികെട്ട പഠിപ്പിക്കലാ നിങ്ങളെ പഠിപ്പിച്ച് ഇത്രയും കാലം മന്ദബുദ്ധികളാക്കി വെച്ചത് പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് അവന്മാർക്ക് ലാഭമായി. നിങ്ങളെ മന്ദബുദ്ധിയാക്കി വെച്ചത് കൊണ്ടും, നിങ്ങളെ ബുദ്ധിയില്ലായ്മയിൽ വെച്ചത് കൊണ്ടും, നിങ്ങളെ ചുറുചുറുക്കില്ലാത്തവരാക്കി വെച്ചത് കൊണ്ടും, നിങ്ങളെ ശിഖണ്ഡികളാക്കി വെച്ചത് കൊണ്ടും പാസ്റ്റർമാർക്ക് ഗുണമായി, പുരോഹിതന്മാർക്ക് ഗുണമായി. ഇവന്മാരുടെ വൃത്തികേടുകൾ നിങ്ങൾ തിരിഞ്ഞു ചോദിക്കത്തില്ലല്ലോ. ക്ഷമിക്കണം. യോ പാസ്റ്റർക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് അങ്ങോട്ട് തീമഴ തള്ളി അങ്ങ് വിടുന്ന ഇന്ത്യയൊക്കെ പഠിപ്പിക്കല്. പാസ്റ്റർക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് അങ്ങോട്ട് തീമഴ തള്ളി. പാസ്റ്ററിന്റെ ഗുണ്ടയായിട്ട് കർത്താവിന് വെച്ചിരിക്കുക, അല്ലെങ്കിൽ പുരോഹിതന്റെ ഗുണ്ടയാക്കി വെച്ചിരിക്കുക. പുരോഹിതനെയും പാസ്റ്ററിനെയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ ശിക്ഷയുണ്ടാകും സഹോദരേ. ഇത്രയും വർഷമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നിട്ട് എങ്ങോട്ട് പോയി? അപ്പോൾ പാസ്റ്ററും പുരോഹിതന്മാരും നിങ്ങളെ ശിഖണ്ഡിയാക്കി വെച്ചത് കൊണ്ട് അവന്മാരുടെ ഊളത്തരങ്ങളൊന്നും നിങ്ങൾ ചോദിക്കത്തില്ല എന്നുള്ള ധൈര്യം അവന്മാർക്കുണ്ടായി. അവന്മാർക്ക് ലാഭമായി. നിങ്ങളോ അന്നും കുന്നും മന്ദബുദ്ധികളായി, തിരിച്ചു പോലും പ്രതികരിക്കാൻ പേടിക്കുന്നവൻ. സ്വന്തം അമ്മയുടെ മാനം ചോദിച്ചാൽ പോലും ശ്വാത്രം സഹോദര, ശ്വാത്രം സഹോദര എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. സ്വന്തം ഭാര്യയുടെ മാനം ചോദിച്ചാലും ശ്വാത്രം സഹോദര, ശ്വാത്രം ക്ഷമിക്കണം നീ. സ്വന്തം ഭാര്യ അപ്പുറത്തിട്ട് ഒരുത്തം ബലാത്സംഗം ചെയ്താൽ ഇപ്പുറത്ത് നിന്ന് മാറിയിരുന്ന് പാട്ട് പാടും. കർത്താവേ നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഇപ്പുറത്ത് മാറിയിരുന്ന് എന്റെ ഭാര്യയ്ക്ക് ബലം കൊടുക്കണേ കർത്താവേ, എന്റെ ഭാര്യയ്ക്ക് ശക്തി കൊടുക്കണേ കർത്താവേ എന്ന് പ്രാർത്ഥിപ്പിക്കും. വേണമെങ്കിൽ ഇപ്പുറത്ത് മാറിയെന്ന്. എടാ, ഭാര്യയുടെ മാനം ചോദിക്കുന്നവൻ പിന്നെ ആ ഒരു വാ കൊണ്ട് ഒരു പ്രാവശ്യമേ ചോദിക്കാവൂ. രണ്ടാമത് ചോദിക്കാൻ അവസരം കൊടുക്കരുത്. നീ അവന്റെ മുമ്പിൽ ഊളയെപ്പോലെ തല താഴ്ത്തി കൊടുക്കരുത്. അവൻ ടിക്കുന്ന അടിയിൽ അവന്റെ പല്ല് മുഴുവൻ തെറിച്ച് താഴെ കിടക്കണം. പിന്നെ അതോടുകൂടി അവൻ ഭാര്യയും വേണ്ട, മക്കളെയും വേണ്ട, ആരെയും വേണ്ട, ഞാൻ ഓടുവാണേന്ന് പറഞ്ഞ് ഓടണം. മനസ്സിലായോ? നിന്റെ അമ്മയുടെ മാനവും ഭാര്യയുടെ മാനവും നിന്റെ മാനവും നിന്റെ മകളുടെ മാനവും ചോദിക്കുന്നവൻ അടിക്കുന്ന അടിയിൽ എന്ത് ചെയ്യണം? കാലയെ വാരി അടിക്കുന്ന അടിയിൽ ഓടണം. അല്ലാതെ ശ്രോത്രം സഹോദരൻ എന്റെ ഭാര്യയുടെ മാനം പിന്നെ എന്തുവാ ഇവിടെ കിടന്ന് ലേലം വിളിക്കുകയാണെന്ന് പറഞ്ഞ് ലേലത്തിന് നീ ഇട്ട് കൊടുക്കരുത്. വിവരം കെട്ടവന്മാരെ, ക്രിസ്ത്യാനിയെ, ഊളകളെ, കണ്ണു തുറപ്പിൻ. നിന്റെ ഒന്നും മാനം കേവലം കെട്ടവന്മാർക്ക് ലേലം വിളിക്കുവാനുള്ളതല്ലടാ. പിശാചിന് മുമ്പിൽ തല താഴ്ത്തി കൊടുക്കുവാനുള്ളതല്ലടാ. വിവരം കെട്ടവന്മാരെ, പെണ്ണാണെങ്കിൽ പെണ്ണിന് ധൈര്യം വേണം. നിന്റെ മാനത്തെ വില പറഞ്ഞ് ചോദിക്കുന്നവൻ ഒരു പ്രാവശ്യമേ ചോദിക്കാവൂ. അല്ല, നിന്റെ മാനം ലേലം വിളിക്കാനുള്ളതല്ല. എടാ, കർത്താവിന്റെ വചനം എന്താ പറയുന്നത്? ജീവനേക്കാൾ, അതായത് നിങ്ങളുടെ ശരീരത്തെക്കാൾ, ഉടുപ്പിനേക്കാൾ വലുതല്ലയോ നിങ്ങളുടെ ശരീരം? നിങ്ങളുടെ എന്താ പറയുന്നത്, എന്തുവാ, ആഹാരത്തെക്കാൾ വലുതല്ലയോ നിങ്ങളുടെ ജീവൻ എന്ന് കർത്താവിന്റെ വചനം ചോദിക്കുന്നത് പോലെ നിന്റെ മാനവും നിന്റെ ശരീരത്തെക്കാൾ വലുതായിട്ട് നിന്റെ മാനം തോന്നണം. 10 പേര് നിന്നെ നോക്കി സർട്ടിഫിക്കറ്റ് ഇടുന്നതിന് വേണ്ടി കാത്തിരിക്കരുത്. നിന്റെ മാനമാണ് അതിനേക്കാളും വില. അല്ല, 4 പേര് തരുന്ന സർട്ടിഫിക്കറ്റ് അല്ല നിനക്ക് വില. പറഞ്ഞ മനസ്സിലായോ? നിന്റെ മാനത്തിനാണ് വില. ഒരുത്തൻ നിന്റെ മാനത്തെ കളിയാക്കി നിന്റെ മാനത്തിന് വില പറയുന്നുണ്ടെങ്കിൽ അവൻ പിന്നെ രണ്ടാമത് വില പറയാനും ലേലം വിളിക്കാനും ഇട്ട് കൊടുക്കരുത്. നിന്റെ മാനം വെച്ചങ്ങ് കാച്ചിക്കോണം. ഒരു പ്രാവശ്യമേ അവൻ ചോദിക്കാവൂ. രണ്ടാമത് അവൻ ചോദിക്കാൻ വായി തുറക്കരുത്. പറഞ്ഞ മനസ്സിലായോ? അങ്ങനെ വളരെ ക്രിസ്ത്യാനിയെ, അങ്ങനെ വിലപ്പെട് ക്രിസ്ത്യാനി. ആണും പെണ്ണുമായിരിക്കുന്നവനെ നീ ശക്തിപ്പെട്. ഒരുത്തന്റെ മുമ്പിൽ നീ തലതാണിച്ച് നിൽക്കേണ്ട കാര്യമില്ല. കർത്താവൊന്നും നിങ്ങളെ ഈ മാനം കെട്ട് ജീവിച്ചാലേ കർത്താവ് അടിക്കത്തുള്ളൂ നിങ്ങളെയൊക്കെ. അല്ലാതെ സ്വന്തം എന്താ ചെയ്തത്? ഇസ്രായേൽ മക്കൾ എന്താ ചെയ്തത്? ഷെക്കേം എന്ന് പറയുന്ന
ഇസ്രായേൽ മക്കൾ എന്താ സ്വന്തം സഹോദരി ദീനയുടെ മാനത്തിന് വില പറഞ്ഞ് അവളെ വഴിയിലിട്ട് ബലാത്സംഗം ചെയ്ത് സ്വന്തം സഹോദരി ദീനയെ ഇസ്രായേൽ യാക്കോവിന്റെ മകളായിരുന്ന ദീനയെ എന്തുവാ ഷെക്കേം എന്ന് പറയുന്നവന് ഇഷ്ടം തോന്നിയിട്ട് അവൻ എന്ത് ചെയ്തു? അവളുടെ ഇഷ്ടമില്ലാതെ അവളെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അത് കണ്ടു നിന്ന സഹോദരന്മാർക്ക് തന്റെ സഹോദരിയുടെ മാനത്തിന് വിലയില്ലാതെ അത് പിച്ചു ചീന്താൻ ശ്രമിച്ചവനെ അവൻ സ്വന്തമാക്കാൻ ശ്രമിച്ചിട്ടും അവൻ ഭാര്യയായി കൈക്കൊണ്ട് പിന്നീട് അവൻ പറഞ്ഞു, ഞാൻ ഭാര്യയായി കൈക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് പോലും എൻ്റെ സഹോദരിയുടെ ദേഹത്ത് കൈവയ്ക്കാൻ ഇങ്ങനെ തോന്നിയവൻ ഇനി ഭൂമുഖത്ത് ജീവനോടെ ഇരിക്കരുതെന്ന് പറഞ്ഞിട്ട് കൂട്ടത്തോടെ പോയി കൊന്നുകളഞ്ഞ്. അതാടാ ചങ്കുറ്റുമുള്ള ആണുങ്ങള്. എടാ അതാണ് ആണുങ്ങള്. ഊളശികണ്ടി ക്രിസ്ത്യാനിയെ നീയൊക്കെ നീയൊക്കെ നിന്റെ അമ്മയുടെ മാനം നിലത്തിട്ട് വീതിച്ചു കൊടുക്കും. നീയൊക്കെ നിന്റെ അമ്മയെ ചോദിച്ചാലും പെങ്ങളെ ചോദിച്ചാലും ഭാര്യയെ ചോദിച്ചാലും ക്ഷമിക്ക് ശ്വാത്രം എന്നോട് ഇങ്ങനെ ചോദിച്ചാൽ വിവരം പഠിപ്പിക്കും ഞാൻ. നിങ്ങളോട് ചോദിച്ചാൽ എങ്ങനെ നിങ്ങൾ പഠിപ്പിക്കും എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഇത് എന്നോട് ചോദിക്കേണ്ട. നിങ്ങൾ പറഞ്ഞ മനസ്സിലായോ? എന്നോട് ചോദിച്ചാൽ ഞാൻ വിവരം പഠിപ്പിക്കും. പക്ഷെ നിങ്ങളോട് ചോദിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾ പഠിപ്പീര്. മനസ്സിലായോ? അല്ലാതെ ശ്വാത്രം സഹോദരി എന്ന് പറഞ്ഞ് സാത്താന്മാർക്ക് കൂട്ടിക്കൊടുക്കാനുള്ളതല്ല നിന്റെ അമ്മയുടെയും സഹോദരിയുടെയും മകളുടെയും മാനം എന്ന് പറയുന്നത്. സാത്താന് കൂട്ടിക്കൊടുക്കാനുള്ളതല്ല. സ്വത്രം പറയേണ്ട സമയത്ത് സ്വത്രം പറയണം. ദൈവത്തിന് കൊടുക്കാനുള്ളതാ സ്വത്രം. അല്ലാതെ സാത്താനും സ്വത്രം കൊടുത്തോണ്ടിരിക്കരുത്. സ്വത്രവും സൂത്രവും സാത്താനും കൊടുത്തോണ്ടിരിക്കരുത്. വിവരം കെട്ട ക്രിസ്ത്യാനിയെ തലച്ചോറ് ഇനിയെങ്കിലും ഉണര്. നീ എനക്കൊക്കെ ഉണര്. സ്തോത്രം എന്ന് പറഞ്ഞ് സൂത്രത്തിൽ മനുഷ്യരെ മുഴുവനും പറ്റിച്ച് ഇവന്മാരുടെ വയറ് വളർത്താൻ വേണ്ടി ക്രിസ്ത്യാനി എന്ന് പറയുന്ന കുറെ ശിഖണ്ഡി ഊളകളെ ഉണ്ടാക്കിയിട്ടിരിക്കുക. സ്തോത്രം കൊടുക്കേണ്ടത് ദൈവത്തിന്. അത് ദൈവം ചെയ്യുന്ന നന്മകൾക്ക് ദൈവത്തിന് നിങ്ങൾ മഹത്വം കൊടുക്കുക. സാത്താനോട് പടവെട്ടുമ്പോൾ സാത്താനോട് പടവെട്ട്. അല്ലാതെ സാത്താനോട് പടവെട്ടുന്നതെയും ദൈവത്തോട് സ്തോത്രം പറയുന്നതെയും കൂട്ടിക്കെട്ടി സംസാരിച്ച് ജീവിക്കുന്നതും മന്ദബുദ്ധികളാ, വിവരം കെട്ടവന്മാരാ. മനസ്സിലായോ? സാത്താനോട് പടവെട്ടുമ്പോൾ സാത്താനോട് പടവെട്ട്. ദൈവത്തോടും പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് നിങ്ങളായിരിക്കുക. അല്ലാതെ സാത്താനെയും പിന്നെ മാമോനെയും ദൈവത്തെയും ഒരുപോലെ സേവിക്കാൻ പറ്റില്ലല്ലോ. പറ്റുമോ നിങ്ങൾക്ക്? എടാ ദൈവത്തിനോട് വേണമെങ്കിൽ നമുക്ക് അപ്പാ, ചക്കരേ, ചെല്ലമേ, തോതാബ എന്നൊക്കെ പറയാം. സാത്താനോട് ഇതേ ഡയലോഗ് ഇടാൻ പറ്റുമോ? മാമോനെയും ദൈവത്തെയും ഒരുപോലെ നിങ്ങൾക്ക് സേവിക്കാൻ പറ്റുമോ? സാത്താന് കൊടുക്കേണ്ട അടി സാത്താന് തന്നെ കൊടുക്കണം. കൊടുക്കേണ്ട അടി നെറുകൈക്ക് കൊടുക്കണം. ആ സാത്താൻ വരുമ്പോഴത്തേക്കും അന്ധഘോര ശക്തിയിൽ പറന്നു വരുമോ? ഇങ്ങനെ ഹൂ 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 ഇങ്ങനെയാണ് വരുന്നു. അവൻ ഇതുപോലെ മനുഷ്യരുടെ രൂപത്തിലും വേഷത്തിലും ഒക്കെയാണ് വരുന്നത്. മനുഷ്യരുടെ വാക്കുകളിലൂടെ നമ്മളെ തളർത്താനാ വരുന്നത്. മനുഷ്യരുടെ പറച്ചിലൂടെ അവൻ വരുന്നത്. അവന്റെ വേഷവിധാനങ്ങൾ അതാണ്. അവൻ മനുഷ്യരുടെ ആയുധം എടുത്തു വരുന്നത്. ആ ആയുധം ഏതാണെങ്കിലും അതിനെ ചെറുത്തു നിൽക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടായിരിക്കണം. ആ ആയുധം ഏതാണെങ്കിലും അത് ചേർത്ത് നിൽക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടായിരിക്കണം. അവൻ എടുത്തോണ്ട് വരുന്ന ആയുധം ചിലപ്പോൾ AK-47 ആയിരിക്കണം. അതിനെയും ചെറുത്ത് നിൽക്കാനുള്ള ശക്തി ഉണ്ടായിരിക്കണം. ആ ആയുധം വാളായിരിക്കും, അതിനെയും ചെറുത്ത് നിൽക്കാനുള്ള ശക്തി ഉണ്ടായിരിക്കണം. ആ ആയുധം തെറിയായിരിക്കും, അതിനെയും ചെറുത്ത് നിൽക്കാനുള്ള ശക്തി ഉണ്ടായിരിക്കണം. അല്ലാതെ വാളെടുത്തോണ്ട് വരുമ്പോഴത്തേക്കും എവിടെയെങ്കിലും കാട്ടിൽ കയറി ഒളിച്ചിരിക്കുകയല്ല വേണ്ടത്. തോക്കെടുത്തോണ്ട് വരുമ്പോഴത്തേക്കും എവിടെയെങ്കിലും കയറി ഒളിച്ചിരിക്കുകയല്ല വേണ്ടത്. വാളെടുത്തോണ്ട് വന്നാലും അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി ആർജിച്ചിരിക്കുക. AK-47 എടുത്തോണ്ട് വന്നാലും അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി ആർജിച്ചിരിക്കുക. അതുപോലെ തന്നെയാണ് തെറിയാണോ അവന്റെ ആയുധം, അതിനെയും പ്രതിരോധിക്കാൻ ശക്തി ആർജിച്ചിരിക്കുക. അല്ലാതെ തെറി കേൾക്കുമ്പോൾ മാത്രം എന്തോ പാവ അപരാധം ചെയ്തതുപോലെ അയ്യോ തെറി അയ്യേശേ അങ്ങനെ കൂടുതൽ നിങ്ങൾ റീനെ അങ്ങനെ പഠിപ്പിക്കാൻ വരല്ലേ ദയവേത് കേട്ടോ. വിശുദ്ധന്മാരൊന്നും അങ്ങനെ ഇറങ്ങിത്തിരിക്കല്ലേ റീനെ അങ്ങ് പഠിപ്പിച്ചേക്കാന്ന് പറഞ്ഞിട്ട്. അവന്റെ ആയുധം തീട്ടമാണെങ്കിൽ തീട്ടത്തിലും അവനെ മുക്കും, സെപ്റ്റിക് ടാങ്കിലും മുക്കിയെടുക്കും നമ്മൾ. അവൻ കൊണ്ടുവരുന്ന എന്ത് ആയുധമാണെങ്കിലും അതേ ആയുധത്തിൽ തിരിച്ചടിച്ചിരിക്കും. അതാണ്, അങ്ങനെയാണ് വളരേണ്ടത്. അങ്ങനെയാണ് നിങ്ങൾ വളരേണ്ടത്. ഇസ്രായേൽ മക്കളുടെ ഒറ്റ സഹോദരിയാ ദീന എന്ന് പറയുന്നത്. തന്റെ 12 സഹോദരന്മാർക്കും കിട്ടിയ ഒറ്റ സഹോദരിയാ ദീന എന്ന് പറയുന്നത്. അവളുടെ മാനത്തിന് വില പറയാൻ ഒരുത്തൻ തയ്യാറായപ്പോൾ അവനെ രാത്രിക്ക് രാമാനം അവന്റെ കൂട്ടങ്ങളെ മൊത്തത്തിൽ തീർത്തു കളഞ്ഞു ഇസ്രായേല്. മനസ്സിലായോ? അതാണ് ചങ്കൂറ്റമുള്ള ആണുങ്ങള്. അല്ലാതെ ക്രിസ്ത്യാനി എന്ന് പറയുന്ന കുറെ ഊള ശിഖണ്ഡികളുണ്ടല്ലോപ്പാ. ക്രിസ്ത്യാനി എന്ന് പറയുന്ന കുറെ ഊളകളുണ്ടല്ലോ, കൂട്ടിക്കൊടുപ്പന്മാര്. ഭാര്യയെ ചോദിച്ചാലും അമ്മയെ ചോദിച്ചാലും പെങ്ങളെ ചോദിച്ചാലും കൂട്ടിക്കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ശ്വാത്രം എന്നെ വന്ന് തെറി വിളിക്കുമ്പോഴും പറയും, എന്നെ വന്ന് ആഭാസം പറയുമ്പോഴും എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് ഷഹോദറി. നല്ല ഭാഷ. ഞാൻ തിരിച്ചു കൊടുത്താൽ ഞാൻ മോശക്കാരിയാകുന്ന സമൂഹം. എന്നാ ഞാൻ അങ്ങനെയേ കൊടുക്കൂ.
നിങ്ങൾ ഇനി മോശക്കാരിന്ന് ഏത് പേരിട്ട് എന്നെ വിളിച്ചു. എനിക്ക് നിങ്ങളുടെ ആരുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നേ. എനിക്ക് എൻ്റെ മാനമാ വില. എൻ്റെ മാനത്തെ വില പറയാൻ ഒരുത്തൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവൻ്റെ കാലേ വാരി ഞാൻ നിലത്തടിക്കും. മനസ്സിലായോ? പിന്നെ അവൻ്റെ വീട്ടിലുള്ളവരുടെയൊക്കെ മാനത്തിന് അവൻ എണ്ണി ഇങ്ങോട്ട് വില പറയേണ്ടി വരും. ഞാൻ വില ചോദിക്കുകയും ചെയ്യും. കുടുംബങ്ങളെല്ലാം തന്നെ. ഇസ്രായേലിൻ്റെ സഹോദരി ദീനയെ ചോദിച്ചപ്പോൾ, ദീനയോട് അപമര്യാദയായി പെരുമാറിയപ്പോൾ എന്ത് ചെയ്തു? ഇസ്രായേൽ അങ്ങോട്ട് കൊടുത്തപ്പം ആ അപമര്യാദയായി പെരുമാറിയവന് മാത്രമല്ല കൊടുത്തത്, അപ്പനെയും സഹോദരങ്ങളെ എല്ലാം കൂടി ചേർത്ത് വെച്ചും കാച്ചിയും കൊടുത്തു ഇസ്രായേൽ. മനസ്സിലായോ? എല്ലാവരെയും ചേർത്തങ്ങ് വെച്ചങ്ങ് ഇസ്രായേൽ എന്ത് ചെയ്തു? കാച്ചി കൊടുത്തു. അതാണ് ഇസ്രായേലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ മാനത്തിന് വില പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരുത്തം വന്നാൽ ഞാൻ കൊടുക്കും. അതുപോലെ നിങ്ങളും പഠിക്കുക. നിങ്ങളും അതുപോലെ സൂക്ഷിക്കുക. നിങ്ങളുടെ അമ്മയുടെ മാനവും നിങ്ങളുടെ സഹോദരിയുടെ മാനവും നിങ്ങളുടെ മക്കളുടെ മാനവും നിങ്ങൾക്ക് വിലയുള്ളതായിരിക്കണം. ഇവന്മാരുടെ മുമ്പിൽ നിൽക്കേണ്ട സമയം അടുത്തിരിക്കുകയാണ്. ഇനി ഇസ്ലാമിക ഖിലാഫറ്റിന് വേണ്ടിയിട്ട് ഇവന്മാർ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, സാത്താൻ എവിടുന്നാ പുറപ്പെട്ടു വരുന്നതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നിങ്ങളോട്. അവൻ ആരുടെ നാമം എടുത്താണ് ഇപ്പോൾ നിൽക്കുന്നതെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. സാത്താൻ പുറപ്പെട്ടു വരും. അവൻ ആരുടെ നാമം എടുത്തു വരുന്നു എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഈ ലോകത്ത് നടക്കാൻ പോകുന്നത് നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങളുമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ധൈര്യം ആർജിച്ചവനും ശക്തി പ്രാപിച്ചവനും മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ അന്ത്യകാലത്ത്. അല്ലാതെ ഭീരുക്കളായിരിക്കുന്നവൻ. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ആദ്യത്തെ വാക്യത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു, ഭീരുക്കൾ സ്വർഗരാജ്യത്തിൽ കടക്കത്തില്ല. നിങ്ങളെ ഭീരുവാക്കി വെച്ചത് എങ്ങനെയാണെന്നറിയാമോ പാസ്റ്റർമാര്? നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് സ്വർഗം എങ്ങെടുത്ത് കളയും. നീയൊക്കെ സാത്താന്റെ മുമ്പിൽ കമിഴ്ന്ന് നമസ്കരിച്ചു കഴിഞ്ഞാൽ കർത്താവ് സ്വർഗത്തിൽ അങ്ങ് നേരെ കൊണ്ടുപോകൂ. സാത്താൻ നിന്നെ അലക്കാൻ വരുമ്പോൾ അവന്റെ മുമ്പിൽ തിരിച്ചു പറയാൻ കഴിവ് കെട്ടവനായി നീ കുനി നിൽക്കുമ്പോൾ അവന്റെ അടിമയായി മാറി എന്നല്ലേ അതിനർത്ഥം. നിന്നെ അതിനല്ലേ പ്രാക്ടീസ് ചെയ്ത്. അതിനും ദൈവത്തിന്റെ പേര് പറഞ്ഞ് തന്നെയാ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതിനും ദൈവത്തിന്റെ പേര് പറഞ്ഞ എന്തുവാ? ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ അവർക്ക് മറുപടി കൊടുത്തു കഴിഞ്ഞാൽ ദൈവം നിങ്ങളോട് കോപിക്കും. ദൈവം നിങ്ങളെ അങ്ങ് നരകത്തിലെടുത്തോണ്ട് പോകും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേ സാത്താൻ വരും പല വേഷവും കെട്ടി. അങ്ങനെ സാത്താൻ വന്ന് പറയുമ്പോഴത്തേക്ക് വിശ്വാത്രം എന്ന് നീ സാത്താന്റെ മുമ്പിൽ കുനിഞ്ഞു കൊടുക്കുന്നത്, തലതാഴ്ത്തി കൊടുക്കുന്നത്. അപ്പൊ നിന്നെ ദൈവം സ്വർഗത്തിൽ അങ്ങ് എടുത്തോണ്ട് ഓടുവോ? അപ്പോൾ ഇത് നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങളെ ശിഖണ്ഡിയാക്കാൻ പിശാച് നിങ്ങളുടെ പാസ്റ്റർമാരെയും നിങ്ങളെ വഴി നടത്തുന്നവരെയും ഉപയോഗിച്ച് നിങ്ങളെ അങ്ങനെ ആക്കി കളഞ്ഞു. കുരുടനെ വഴി നടത്തിയാൽ എല്ലാവരും കുഴിയിൽ ചെന്ന് വീഴുന്നത് പോലെ നിങ്ങളെ കുഴിയിലേക്ക് തള്ളാൻ വേണ്ടിയിട്ട് നിങ്ങളെ കുഴിയിലേക്ക് തള്ളാൻ വേണ്ടിയിട്ട് ഇവർ മനഃപൂർവ്വം നിങ്ങളെ വഴി നടത്തുന്നതാ ഇങ്ങനെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ശക്തി ആർജിക്കും, ബലപ്പെട്, സാത്താനെ സാത്താനായി കാണ്, പോരാട്ടത്തെ തിരിച്ചറി. ഈ അന്ത്യകാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഏത് രൂപത്തിലാ പിശാച് വരുന്നത്? ഇവനെ ഒന്നും നമുക്ക് കൂട്ടുകൂടേണ്ട. നേരത്തെ ഒരുത്തം വന്നില്ല, എന്തുവാ? റൂബാൻ ലിയോൺ. അവൻ എൻ്റെ കൺവെട്ടത് സാത്താനാ. അതുകൊണ്ടാണ് അവന് ഞാൻ കണ്ടം വഴിക്ക് ഞാൻ ഓടിച്ചത്. അല്ലെങ്കിൽ അവന് എൻ്റെ പേജിനകത്ത് ഇങ്ങനെ വന്ന് കമന്റ് ഒന്നും ഇട്ട് തള്ളി മറിക്കത്തില്ലായിരുന്നു. പറഞ്ഞ മനസ്സിലായോ? എൻ്റെ കൺമുൻപിൽ അവൻ സാത്താൻ തന്നെയാണ്. കാരണം അവനിൽ സത്യമില്ല. സത്യമുണ്ടായിരുന്നെങ്കിൽ അവൻ ഇവിടുത്തെ നടക്കുന്ന കാര്യങ്ങളെ ഗ്രഹിച്ചേനെയായിരുന്നു. ഇവിടെ എന്താ നടക്കുന്നതെന്നുള്ളത് അവൻ ഗ്രഹിച്ചേനെയായിരുന്നു. അവനിൽ സത്യമില്ലാതെ പോയി. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, അവൻ മുറിവ് പൊറുത്ത മൃഗമായി അവൻ മടങ്ങി വരും. മുറിവ് പൊറുത്തവനായിട്ട് അവൻ മുറിവ് പൊറുത്ത മൃഗമായി മടങ്ങി വന്നാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? അപ്പോഴാണ് അവന്റെ അധികാരം അവൻ എടുക്കാം. അപ്പോഴും ഇസ്രായേൽ മക്കൾ പിടിച്ചു നിൽക്കും, ഒരു കൂട്ടം ആളുകൾ. കാരണം അവരെ വഴി നടത്തുന്നത് ഏലിയാവും മോശയുടെയും ആത്മാവായിരിക്കും. ഏലിയാവും മോശയും കളിച്ച ആൾക്കാരല്ല, അതും കൂടി മനസ്സിലാക്കണം. കൃപ കൃപ ഒന്നേ ആനന്ദം ഒന്നേന്ന് പാടിക്കൊണ്ടിരുന്നവരല്ല. 450 പ്രവാചകന്മാരെ, ബാലിന്റെ പ്രവാചകന്മാരെ കഴുത്തു വെട്ടിയെടുത്ത ആളായി ഏലിയാവ്. അല്ലാതെ കൃപ കൃപ ഒന്നേ ആനന്ദം ഒന്നേന്ന് പാട്ട് പാടിക്കൊണ്ടിരുന്ന ആളല്ല. എന്നിട്ട് ഏലിയാവ് ചെയ്തത് വൻ മഹാപ്രവൃത്തിയും. ഞാൻ തിരിച്ച് 2 തെറി പറഞ്ഞ ഞാൻ മോശക്കാരി ഇത് എവിടുത്തെ ന്യായവും നീതിയുമാണ് പ്രിയ സഹോദരങ്ങളെ? എനിക്കറിയുന്നില്ല. സാത്താനും സാത്താന്റെ സന്തതിയുടെയും ബാലിന്റെ ദൈവത്തെയും
എന്തു പറഞ്ഞ നിസ്കരിച്ച് നടന്നവന്മാരെ ഏലിയാവ് കണ്ടം വരി വാഴി ഓടി വിട്ടു. എന്നിട്ട് എല്ലാവന്മാരുടെയും കഴുത്തറുത്ത് കളഞ്ഞു, കൊന്നു കളഞ്ഞു. പോടാ പുല്ലേ നിന്റെ പ്രവാചകന്മാരെയും കൂട്ടിക്കൊണ്ട് എന്ന് പറഞ്ഞു. ആ ഏലിയാവ വരാൻ പോകുന്നത്. ആ ഏലിയാവിന്റെ ആത്മാവുള്ളവരാണ് ഇസ്രായേൽ മക്കളെ വഴി നടത്താൻ പോകുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരും ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളും. നിങ്ങളോട് ഞാൻ സംസാരിക്കുമ്പോഴും എൻ്റെ അത്രയും ധൈര്യവും ധീരതയും ഇതിനെയൊക്കെ മറികടക്കാനും ഓവർകം ചെയ്യുവാനുമുള്ള ശക്തിയും ആർജിച്ചവർ മാത്രം എൻ്റെ പേജിൽ എന്നെ ഫോളോ ചെയ്താൽ മതി. അല്ല നിങ്ങൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി റീന സഹോദരി ഇങ്ങനെയൊക്കെ പറയുന്ന സഹോദരി ദൈവവചനം പറയാൻ കൊല്ലാമോ എന്നൊക്കെ ഡയലോഗ് ഇട്ട് ഇവിടെ തള്ളിമറിക്കുന്നവർ ദയവ് ചെയ്ത് ഗെറ്റ് ഔട്ട്. പറഞ്ഞ മനസ്സിലായോ? ദയവ് ചെയ്ത് ഗെറ്റ് ഔട്ട്. അല്ല, റീന പറയുന്നത് ധൈര്യത്തിന്റെ ആത്മാവിനെയാണ്. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ധൈര്യത്തിന്റെ ആത്മാവിനെയാണ്. പിശാചിനോട് പടവെട്ടുമ്പോൾ പിശാചിനെ കണ്ട് പടവെട്ടണം. അല്ലാതെ ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സാത്താനെ കയറി സ്നേഹിക്കാൻ പറ്റുമോ? സാത്താൻ ഏത് വേഷത്തിലാ വരുന്നതെന്നെങ്കിലും മനസ്സിലാക്കാനുള്ള വിവേചനവരം ചോദിച്ച് പ്രാർത്ഥിക്കും ദൈവത്തോട്. ദൈവത്തോട് പ്രാർത്ഥിക്കും. നിങ്ങൾ വിവേചനവരത്തിനായി പ്രാർത്ഥിക്കരുത്. ഏത് വേഷത്തിലാ സാത്താൻ വരുന്നതെന്ന് പറഞ്ഞിട്ട്. ഭൂമിയിലെ മനുഷ്യരോട് നമുക്ക് സന്ധിയില്ല പ്രിയ സഹോദരങ്ങളെ. മനുഷ്യന്റെ വേഷം കെട്ടി തന്നെയാ സാത്താൻ വരുന്നത്. അവന്റെ അടിമകളെന്ന് പറയുന്നത് മനുഷ്യർ തന്നെയാ. അല്ലാതെ അവന്റെ അടിമകൾ ആരാ? സാത്താന്റെ അടിമകൾ ആകാശമണ്ഡലത്തിൽ ഇങ്ങനെ പറന്നു നടക്കുന്ന കല്ലിയും കാട്ട് നീലിയും കൂട്ടരുവോ? ഞാൻ അറിയാണ്ട് ചോദിക്കുക. സാത്താന്റെ അടിമ ആരാണ്? ആകാശത്തിൽ പറന്നു നടക്കുന്ന പാലമരത്തിൽ കയറി നടക്കുന്ന കല്ലിയും കാട്ടി നീലിയും കൂട്ടുവരുവോ? സാത്താന്റെ സന്തതികൾ എന്ന് പറയുന്നത് മനുഷ്യവേഷത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന പിശാചിന്റെ പ്രവൃത്തികളെ അഴിച്ചുവിടുന്നവന്മാര് തന്നെയാണ് സാത്താനും കൂട്ടരും. അവരോട് പടവെട്ടുമ്പോൾ ഒരു ദൈവദാക്ഷിണ്യവും കാട്ടരുത് നിങ്ങള്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ ഇതിലേ കൂടി നടന്നു വന്ന സമയത്ത് തള്ളാകെ കുക്കും പറഞ്ഞ് വിളി കേട്ട് ഞാൻ പറഞ്ഞു വെച്ചിട്ട് പാടാ കഴിവേറി. ഈ സ്ഥലത്തിന്റെ മഹത്വത്തിനകത്ത് നിന്റെ വായി തോന്നിയത് കൂവി വിളിക്കാനുള്ള നാടല്ലടാ ഇത്. ഇത് ഇസ്രായേലിന്റെ മണ്ണ, യെരുശലേമാണെന്ന് പറഞ്ഞിട്ട് 2 കൊടുത്തതോടുകൂടി അവിടുത്തെ കൂവല് നിന്നു. അതിനുശേഷം നിങ്ങൾ ഇവിടുത്തെ കൂവൽ തുടങ്ങിയപ്പോൾ നിങ്ങൾ കണ്ടതാണല്ലോ. ഇവന്മാരുടെ കൂവൽ എത്ര നേരം കാണും? നിങ്ങൾ തന്നെ ലൈവ് റിപ്പീറ്റ് അടിച്ചൊന്ന് നോക്ക്. നിന്മാർ കൂവൽ തുടങ്ങിയാൽ എത്ര നേരം നീണ്ടു നിൽക്കും ഇവന്മാരുടെ കൂവല്? എന്നിട്ട് ഞാൻ ലൈവിലിരുന്ന സമയത്ത് ഇവൻ കൂവൽ തുടങ്ങിയപ്പോൾ തന്നെ 2 കൊടുത്തപ്പം അവിടെയും കൂവൽ അവസാനിപ്പിച്ചിട്ട് ഓടിയില്ലേ? തള്ളാഹൂനോല് മനസ്സിലായി റീനയോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന്. തള്ളാഹൂനോലും മനസ്സിലായി റീനയോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നത്, ശക്തിയുടെ ആത്മാവിനെയാണ്, ബലത്തിന്റെ ആത്മാവിനെയാണ്. ഭയം പുറത്തേക്ക് കളഞ്ഞുകൊണ്ട് ഈ രാജ്യം താഴ്ത്തി മുന്നോട്ട് പോകുക. നിങ്ങൾ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നേ? പറ. നിങ്ങളുടെ ആത്മാവിനെ നേടാനാണോ? ഈ ശരീരത്തിന് നാട്ടുകാരുടെ മുമ്പിൽ അയ്യോ നല്ല പിന്നെന്തുവാ സഫ്യതയായി ദൈവവചനം പറയുന്ന സഹോദരി എന്ന് എനിക്ക് പേര് കിട്ടിയിട്ട് വല്ല പ്രയോജനവും എനിക്കുണ്ടോ? വല്ല പ്രയോജനവും എനിക്കുണ്ടോ? സഫ്യതയായിട്ട് ഞാൻ കടന്നിട്ട് ഇങ്ങനെ കടന്ന് പേര് വിളിച്ചിട്ട് ബഹുമാനിട്ട് ഇല്ല, ഒരു പ്രയോജനവുമില്ല. പിന്നെ കൊടുക്കേണ്ടടുത്ത് കൊടുക്കണം, അടിക്കേണ്ടടുത്ത് ഓട്ടിച്ചിട്ടടിക്കണം, കണ്ടം വഴി ഓടിക്കേണ്ടടുത്ത് അവനെ ഓട്ടിച്ചിട്ട് നിങ്ങളെ കണ്ടാൽ അവൻ വിറയ്ക്കണം. സാത്താൻ നിങ്ങളെ കണ്ടാൽ അവന്റെ കാലിന്റെ ഇടയിലൂടെ അവൻ മുള്ളണം. അത്രയ്ക്കും ഭയം നിങ്ങളെ കണ്ടാൽ അവനുണ്ടാകണം. അല്ല, നിങ്ങൾ ഭീരുക്കളായിരിക്കാനുള്ളവനല്ല. അവൻ വരുന്ന ഏത് വേഷം കെട്ടലിനെയും തിരിച്ചറിയാനുള്ള കഴിവും പ്രാപ്തിയും ഉണ്ടായി എടുത്തോണ്ട് പോയിക്കോ ധൈര്യമായിട്ട്. അല്ല, നിങ്ങളുടെ പാസ്റ്റർമാരും പുരോഹിതന്മാരെയും കുറെ ശിഖണ്ഡി ക്രിസ്ത്യാനികളും തരുന്ന സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നിൽക്കരുത് എന്റെ ലൈവിൽ വന്ന്. നിങ്ങൾ തിരിച്ച് മറുപടി കൊടുക്കുന്നതിന്റെ പേരിലും നിങ്ങൾ തിരിച്ച് സംസാരിച്ചു എന്നതിന്റെ പേരിലും ഒക്കെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒലിച്ചു പോകുന്നെങ്കിൽ പോടാ പുല്ലേ. ആ സർട്ടിഫിക്കറ്റ് തരുന്ന ദൈവം മേളിലുണ്ട്. എന്റെ ദൈവത്തിനറിയാം എന്റെ മനസ്സ്, എന്റെ ദൈവത്തിനറിയാം എന്റെ സ്വഭാവം. ഇത് ആരോട് ഞാൻ ബോധിപ്പിച്ചു? ദൈവത്തിനടുത്ത് ബോധിപ്പിച്ചാൽ പോരെ? നാട്ടുകാരെ മുഴുവനും ഓ പ്രിയ സഹോദരി, വളരെ സൗമ്യമായ സഹോദരി എന്നൊക്കെ പേര് മേടിച്ചിട്ട് ഞാൻ വല്ലതും നേടാൻ പറ്റുമോ? എന്റെ മാനം ഇവിടെ ലേലം വിളിക്കുമാര്. ഞാൻ അങ്ങനെ പ്രിയ സഹോദരി, സവ്യമായ സഹോദരി എന്നുള്ള പേര് വിളിച്ചു കഴിഞ്ഞാൽ എന്റെ മാനം ഇവിടെ ലേലം വിളിക്കുമാര്. മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ ആരാണെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടായി വരണം. നമ്മൾ ആരാണെന്നൊരു ബോധം നമുക്കുണ്ടായി കഴിഞ്ഞാൽ ശത്രുവിന് നമ്മളെ കാണുമ്പോൾ തന്നെ
മനസ്സിലാക്കണം. നിങ്ങളുടെ നിപ്പ് കാണുമ്പോൾ തന്നെ ശത്രു മനസ്സിലാക്കണം ആ വഴി നല്ല അത്രയ്ക്ക് പോരാ, സുഖമുള്ള വഴിയല്ല. നിങ്ങൾ മേടിച്ചാറുണ്ട് വിളിച്ചൊക്കെ നിൽക്കുമ്പം അവൻ കണ്ട എന്താ അവിടെ എന്ന് പറഞ്ഞാൽ അവൻ നിങ്ങളോട് ചോദിക്കും. മനസ്സിലായോ? അത് ചോദിക്കാൻ അവസരം കൊടുക്കരുത്. നിങ്ങളാരാ? യൂത്ത് വൗഹ എന്ന് പറയുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ യൂത്ത് വൗഹ യഹോവ എന്നല്ല കേട്ടോ, ആ വേട് തെറ്റിപ്പോയി എനിക്ക്. അതൊരിക്കലും അങ്ങനെ പറയരുത്. യൂത്ത് വൗഹ എന്ന് പറയുന്ന സൈന്യങ്ങളുടെ കർത്താവിന്റെ വിനോദ് TN ആദ്യം പോയി സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ട് വന്നിട്ട് കമന്റ് ഇട്ടിട്ട് നമുക്ക് പിന്നീട് ഞാൻ മറുപടി തരാം. എനിക്ക് സമയമില്ല നിനക്ക് കമന്റ് മറുപടി തരാനായിട്ട്. നിനക്ക് സ്വന്തം പ്രൊഫൈൽ ഉണ്ടായിരുന്നെങ്കിൽ അല്പമെങ്കിലൊക്കെ മറുപടി ഞാൻ തന്നേനെയായിരുന്നു. നിനക്ക് സ്വന്തം പ്രൊഫൈൽ ഇല്ലാത്തപ്പം ഞാൻ മറുപടി തന്ന സമയം കളയാൻ എനിക്ക് നേരമില്ല. മനസ്സിലായോ? യൂത്ത് വൗഹ എന്ന് പറയുന്ന സർവശക്തനായ ഇസ്രായേലിന്റെ സൈന്യങ്ങളുടെ ദൈവമാണ് നിങ്ങളുടെ ദൈവം. സൈന്യങ്ങളുടെ ദൈവം. ഞാൻ സൈന്യങ്ങളുടെ ദൈവം എന്നാ പറഞ്ഞിരിക്കുന്നേ. എന്റെ സൈന്യമേ, എന്റെ ജനമേ, നിങ്ങൾ സൈന്യമാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾ ഇന്ന് എല്ലാവരും സൈന്യമാ. അയ്യോ പുല്ലരിക്കുക. ഞാൻ സൈന്യങ്ങളുടെ ദൈവം എന്നാ പറഞ്ഞിരിക്കുന്നേ. ഇസ്രായേൽ മക്കൾ എല്ലാവരും സൈന്യമാ. ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങള്. എന്തുകൊണ്ടാ? അവരുടെ ദൈവവും അത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആരാണ് എന്നുള്ള ബോധത്തിൽ വേണം നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ. അല്ലാതെ എല്ലാവരുടെയും മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കാനുള്ള ഉപ്പ ആളുകളൊന്നും അല്ല നിങ്ങൾ. പറഞ്ഞ മനസ്സിലായോ? നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നാട്ടുകാർ തരേണ്ട ആവശ്യമില്ല. വേടിക്കുകയും നിൽക്കരുത്. നിങ്ങൾ നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടി സമയം കളയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേസ്റ്റ് കേസുകളാണ്. ഞാൻ അത്രേ പറയത്തുള്ളൂ. നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടി നിങ്ങൾ സമയം കളയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേസ്റ്റ് കേസുകളാണ്. പക്ഷേ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇടാൻ മേളിലൊരു ദൈവമുണ്ട്. ഇസ്രായേൽ മക്കളുടെ ദൈവം കൂടെ ഇരുന്നപ്പോൾ അവർ കൊണ്ടുപോയ യുദ്ധങ്ങളുടെ കണക്കുകൾ എണ്ണാൻ പോയാലുണ്ടല്ലോ, കയ്യും കണക്കും ഇല്ല പ്രിയ സഹോദരങ്ങളെ. ഇന്നും യുദ്ധത്തിലിരിക്കുമ്പോൾ അവരെ സഹായിക്കുന്നത് ആരാണ്? യൂത്ത് വൗഖ എന്ന് പറയുന്ന സർവശക്തനായ ദൈവം തന്നെയല്ലേ അവർ ഇന്നും സഹായിച്ചുകൊണ്ടിരിക്കുന്നേ. അവർ യുദ്ധം ചെയ്യുമ്പോൾ അവരെ സഹായിക്കും. ഞാൻ സോഷ്യൽ മീഡിയയിൽ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ എന്നെ അങ്ങ് പിടിച്ചങ്ങ് നരകത്തിൽ തള്ളിയിടും. കർത്താവ് എവിടുത്തെ ന്യായമായത്? ഏത് മണ്ടൻ സിദ്ധാന്തമായത്? അവർ യുദ്ധം ചെയ്യുന്ന അവരുടെ ജീവന് വേണ്ടിയിട്ടും ഞാൻ യുദ്ധം ചെയ്യുന്നത് എന്റെ മാനത്തിന് വേണ്ടിയിട്ടും. എന്നെ ലൈവിൽ വന്ന് ആഭാസം പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ ലൈവിൽ വന്ന് മോശം പറഞ്ഞാൽ ഞാൻ കാലേ വാരി അടിക്കും. മനസ്സിലായോ? ഇസ്രായേൽ മക്കളെ കുറ്റം പറഞ്ഞാൽ ഞാൻ കാലേ വാരി അടിക്കും. മനസ്സിലായോ? ദൈവവചനത്തെ വിറ്റ് കാശാക്കുന്നവൻ കയറി വന്ന് വലിയ ഊച്ചാലിച്ച് എന്റെ കയ്യിൽ കമലിട്ട് തള്ളിമറിച്ചാൽ അവനെയും കാലേ വാരി അടിക്കും ഞാൻ. അതും എന്റെ യുദ്ധമാ. രണ്ടും കണക്കെല്ലാം 19. ഇത് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന യുദ്ധം. ഇസ്രായേൽ മക്കൾ ഡയറക്റ്റ് ഹമാസ് തീവ്രവാദികളോടും എല്ലാവരോടും നടത്തുന്ന യുദ്ധം. അവിടെ ആയുധം AK-47 അത് ഇതൊക്കെ ആകുമ്പോൾ ഇവിടെ ആയുധം തെറിയാ. അത്രയല്ലേ ഉള്ള വ്യത്യാസം. അവിടെ ആയുധത്തിന് AK-47 ഇരുമ്പും മിസൈൽ ഉപയോഗിക്കുമ്പോൾ ഇസ്രായേൽ അയൺ ഡോം വെച്ച് പ്രതിരോധിച്ച് നില തിരിച്ച് അങ്ങോട്ട് കൊടുക്കുന്നു. സന്തോഷ് തോമസ്, ഒരു മിനിറ്റ്, ഇവന് 2 കിട്ടണമെന്നുള്ളത് നേർച്ച നേർന്ന് വന്നതാണെന്ന് തോന്നുന്നു. നീ ഏത് പള്ളിയിൽ പോയാടാ നേർച്ച നേർന്ന് വന്നത്? റീനാജി, നാട്ടിൽ വരാറായോ? മക്കൾ സുഖമായിരിക്കുന്നു. ഷഹോ, ദൈവവചനം പറയുമ്പോൾ അതിനെ എതിർക്കുവാൻ അനേകർ ആൾക്കാർ വരും. അപ്പോൾ താങ്കളുടെ വർത്തമാനം തെറിയായി പോകരുത്. അങ്ങനെയായാൽ നിങ്ങളും ഒരു തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? താങ്കളുടെ ലൈവ് ഞാൻ എന്നും കാണുന്നതാണ്. ഒരു നല്ല ഒരു രീതിയിലാണ് ഞാൻ ഈ മെസ്സേജ് ഇടുന്നത്. താല്പര്യമുണ്ടെങ്കിൽ കേൾക്കാം. എനിക്ക് താല്പര്യമില്ലടാ ഊളയ്ക്കുണ്ടായവനെ. സന്തോഷ് തോമസേ, എടാ നിന്റെ ഭാര്യ വന്ന് ഒരുത്തം കൊടുക്കാനായിട്ട് നിന്റെ ഭാര്യയുടെ പൂർ ചോദിച്ചു കഴിഞ്ഞാൽ നീ അങ്ങ് ദൈവവചനം പറയുന്നവനാണെന്ന് പറഞ്ഞിട്ട് എന്റെ ഭാര്യയുടെ പൂർ എടുത്തോണ്ട് പോയിക്കോന്ന് പറഞ്ഞ് കൊടുക്കൂടാ ചേറ്റേ. ശിഖണ്ഡിക്കുണ്ടായവനെ കമന്റ് ഇടുമ്പോൾ നോക്കി കൊണ്ടൊക്കെ വന്ന് ഇടാ ഊളയ്ക്കുണ്ടായവ മാറി. എന്നോട് സംസാരിക്കാൻ നിനക്ക് എങ്ങനെയാ ധൈര്യം വന്നേ ഇങ്ങനെ കമന്റ് ഇടാനായിട്ട്? എടാ കഴിവറി, നിനക്ക് എങ്ങനെ ഇത്ര ധൈര്യം വന്നത് എന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാനായിട്ട്? നിന്റെ അഭിപ്രായം കേൾക്കാനല്ലല്ലോ ഞാനിവിടെ ഇരിക്കുന്നത്, ആണോ? നിന്റെ അഭിപ്രായം കേൾക്കാനാണോ ഞാനിവിടെ ഇരിക്കുന്നത്? നീ ശിഖണ്ഡിക്കുണ്ടായവനും നീ ഊളയുമായതുകൊണ്ട് നിന്റെ ഭാര്യയുടെ പൂർവ്വം വന്നൊരുത്തൻ ചോദിച്ചാൽ നീ ചിലപ്പോൾ പറയുമായിരിക്കും അത് തുറന്നു വെച്ച് തരാം, എടുത്തോണ്ട് പോയിക്കോ.
അയ്യോ അവൻ ചോദിക്കുന്ന അവന് ഞാൻ തിരിച്ചു മറുപടി കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ അവനും ഞാനും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളതോ, അതുകൊണ്ട് അവൻ ചോദിക്കുമ്പോൾ തന്നെ അതങ്ങ് തുറന്നു കൊടുത്തേക്കാമെന്ന് പറഞ്ഞ് നീ കൊടുത്തു വിടുമായിരിക്കും. അല്ലെങ്കിൽ നിന്റെ ഭാര്യയുടെ മാനം ഇട്ട് ലേലം വിളിക്കുമായിരിക്കും. നിന്റെ ഭാര്യയുടെ മാനം കണ്ടവൻ വന്ന് ചോദിക്കുമ്പോൾ അവന് ചോദിക്കാൻ അധികാരവും തന്റെ ഇടവും നീ കൊടുക്കുമായിരിക്കും, നീ ശിഖണ്ഡി ആയതുകൊണ്ട്. പക്ഷെ എൻ്റെ അടുത്താ വന്നേന്നുണ്ടെങ്കിലുണ്ടല്ലോടാ, ചവിട്ടി അവന്റെ മുന്നാടി ഞാൻ അടിച്ചിടും. പറഞ്ഞ മനസ്സിലായോ? അടി മേടിക്കാൻ വേണ്ടി കമന്റ് ബോക്സിൽ വന്നിരിക്കുക, എന്നെ ഉപദേശിക്കാൻ അങ്ങ് ഇറങ്ങിയിരിക്കുക വിവരം കെട്ടവൻ. നീയൊക്കെ ശിഖണ്ഡികളെ പോലെ ഇരുന്നിട്ട് ശിഖണ്ഡികളുടെ രീതിക്കനുസരിച്ച് എന്നെ കയറി ഉപദേശിക്കാൻ വന്നാലുണ്ടല്ലോ, ഇതിനകത്ത് ശിഖണ്ഡികൾക്ക് വന്നിരുന്ന് സംസാരിക്കാനുള്ള ലൈവല്ല ഇത്. പറയാൻ മനസ്സിലായോ? എന്റെ സ്ഥിരമായിട്ട് എന്റെ വീഡിയോ നീ കാണുന്നുണ്ടായിരുന്നെങ്കിൽ നീ ഈ കമന്റ് ഇടത്തില്ലായിരുന്നു. പറഞ്ഞു മനസ്സിലായോ? നീ സ്ഥിരമായിട്ട് എന്റെ വീഡിയോ കാണുന്നവനാണെങ്കിൽ നീ ഈ കമന്റ് ഇടത്തില്ലായിരുന്നു. നീ വല്ലപ്പോ കൂടി കറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് റീനാജി അങ്ങ് സൂചിപ്പിക്കാൻ ഇങ്ങോട്ട് കയറണ്ട. ശിഖണ്ഡികൾക്ക് കമന്റ് ഇടാനുള്ളതല്ല എന്റെ പേജ്. നീയൊക്കെ കമന്റ് ഇടുമ്പോൾ നോക്കിയും കണ്ടും കമന്റ് ഇട്. നീ എന്താ ഉദ്ദേശിച്ച് കമന്റ് ഇട്ടേന്ന് പറഞ്ഞിട്ട്. അവരും തമ്മിൽ നിനക്ക് റീനജിക്കും തമ്മിൽ എന്താ വ്യത്യാസം ഉണ്ടടാ. മാനം ചോദിക്കുന്നവനും മാനം ചോദിക്കുമ്പോൾ മാനം കൊടുക്കാൻ സൗകര്യമില്ലാത്തവളും തമ്മിലുള്ള വ്യത്യാസം ഇപ്പൊ പിടികിട്ടിയോ? നിന്നെയൊക്കെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ഊളത്തരം എന്താണെന്നറിയാമോ? അങ്ങനെ തിരിച്ചു ചോദിച്ചാൽ അവരും ഇവരും തമ്മിൽ വ്യത്യാസം. അപ്പൊ തിരിച്ചു ചോദിക്കണ്ട, കിടന്നു കൊടുക്ക്. തിരിച്ചു ചോദിക്കണ്ട, കിടന്നങ്ങ് കൊടുത്തേരെ. നല്ല പഠിപ്പിക്കല്. എന്താ വ്യത്യാസം പോല്? നല്ല ഭയങ്കര വ്യത്യാസമാണല്ലോ. നിങ്ങൾ എങ്ങനെയാ എവിടത്തെ പഠിപ്പ് കോത്തായത്തെ പഠിപ്പിക്കില്ല നിങ്ങളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്? തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അവരും നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? ഇത് ബെന്തക്കോസുകാരുടെയും ക്രിസ്ത്യാനികളുടെയും ലോകത്തിലെ ഒരുമാതിരിപ്പെട്ടവരുടെയും ഡയലോഗുകളാ. തിരിച്ചു ചോദിച്ചാൽ തിരിച്ചു ചോദിക്കണം. പിന്നെ വഴി പോകുന്നവൻ വിളിച്ച് മാനം ചോദിച്ചു കഴിഞ്ഞാൽ അവനോട് അയ്യോ നമ്മൾ തിരിച്ചു ചോദിക്കാൻ പാടില്ല എന്ന് പറയുമ്പം അടി പേടിക്കാൻ വേണ്ടി കറങ്ങി നടക്കുക. റീനാജിയെ ഉപദേശിക്കാൻ അങ്ങ് ഇറങ്ങിയിരിക്കുക സഹോദരി എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഏത് വേഷത്തിൽ വന്ന് എന്നോട് സംസാരിച്ചാലും ഞാൻ പറയുന്ന കാര്യങ്ങളെ നേരാവണ്ണം ഉൾക്കൊള്ളാൻ മനസ്സിലാതെ ഈ ശിഖണ്ഡികളെ പോലെ വന്ന് കമന്റ് ഇട്ടിട്ട് പോകരുത്. എനിക്ക് ഞാൻ അതും കൂടി പറഞ്ഞേക്കുക. എൻ്റെ പേജിലുള്ളവർ ശിഖണ്ഡികളായിരിക്കാനും ഉള്ളവരല്ല. എൻ്റെ പേജിൽ വന്ന് ശിഖണ്ഡികളായിരിക്കാനുള്ളവരല്ല. എൻ്റെ പേജിൽ തൻ്റെ ഇടമുള്ളവർക്കുള്ളതാ എൻ്റെ പേജ്. നിങ്ങളുടെ ഭാര്യയുടെ മാനം ചോദിക്കുന്നവനെ കാലേ വാരി നിലത്തടിക്കണം. അത് കാലേ വാരി നിലത്തടിച്ചതിൻ്റെ പേരിൽ അവനും നിങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസം? നിങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. മാനം ചോദിക്കുന്നവനും മാനം കൊടുക്കാൻ താല്പര്യമില്ലാത്തവളും തമ്മിലുള്ള വ്യത്യാസം, അതാണ് വ്യത്യാസം. പിടികിട്ടിയോ? ഇനി മനസ്സിലായില്ലെങ്കിൽ കുറച്ചുകൂടി ഞാൻ വേണമെങ്കിൽ മനസ്സിലാക്കി തരാം. മാനം ചോദിക്കുന്നവനും മാനം ചോദിക്കുമ്പോൾ അത് കൊടുക്കാൻ താല്പര്യമില്ലാത്തവളും തമ്മിലുള്ള വ്യത്യാസമാണ് ആ വ്യത്യാസം. ഇനി അതെങ്കിലും മനസ്സിലാക്ക്. അതെ അതെ, ഏത് തോന്നിവാസത്തിനും ഒരുങ്ങിക്കെട്ടി കാലഘട്ടം മാറിയിരിക്കുന്നതാണ്. ഇനി വരാൻ പോകുന്ന സാത്താൻ എന്ന് പറയുന്നത് സന്തോഷ് തോമൻ. സോറി, ഞാൻ വിട്ടു സഹോ. എന്നാ പോയിക്കോ, വിട്ടു സഹോ എങ്കിൽ സന്തോഷം. അതാണ് ഇത്. നേരാവണ്ണം നല്ല രീതിയാണ് പോകുന്നത്. മറ്റേ റൂബാനെ പോലെ അവൻ ഇവിടെ കറങ്ങി നിന്നില്ലല്ലോ, അത് പോയല്ലോ, സന്തോഷം. ഇനിയുള്ള കാലഘട്ടം വൃത്തികെട്ടവന്മാരും ആഭാസന്മാരും ലോകം ഭരിക്കാൻ പോകുന്ന കാലഘട്ടമാണ്. പെണ്ണുങ്ങളുടെ മാനത്തിന് വിലയില്ലാതെ പോകും. ഇസ്രായേലിൽ കയറി വന്ന് കാണിച്ചിട്ട് പോയത് കണ്ടില്ലേ തോന്നിവാസം? അപ്പം ഭോഗിക്കും മകൻ ഭോഗിക്കും, അപ്പൻ ഭോഗിക്കും മകൻ ഭോഗിക്കും, ഭോഗിക്കും തോറും തള്ളാകു കുക്കുംബർ. കൊച്ചു കുഞ്ഞുങ്ങളെ എടുത്തിട്ട് കാലേ വാരി ഭോഗിക്കും. എന്നിട്ട് തള്ളാകു കുക്കുംബർ. ആ കാലഘട്ടമായി ഇനി വരാൻ പോകുന്നത്. വിവരം കെട്ടവന്മാരെ തലച്ചോറ് ഉണര്. കിടന്നു കൊടുത്ത് അടികൊണ്ട് ചത്ത് നരകത്തിൽ പോകുന്നതിനേക്കാളും നല്ലത് കിടന്നു കൊടുക്കുന്നതിന് മുമ്പേ അതിനുവേണ്ടി വരുന്നവന്മാരുടെ സാധനം വെട്ടിയെടുത്ത് അവന്മാരെ കൂറിയുടെ മുമ്പിൽ വിടാതെ നിങ്ങൾ അന്തസ്സായിട്ട് മരിക്കാനുള്ള വഴി നോക്ക്. അതിനുള്ള ധൈര്യം കാത്തു സംരക്ഷിക്കും. അതിനുവേണ്ടി ബലപ്പെടും നിങ്ങൾ. അല്ലാതെ മാനത്തിന് വില പറഞ്ഞു വരുന്നവന്മാരെ വിട്ടുകൊടുക്കരുത്. ഇപ്പോഴേ ശീലിച്ചു പഠിക്കും. മാനത്തിന്റെ വിലയെ നിങ്ങൾ മനസ്സിലാക്കുക. മാനത്തിന് വിലയില്ലാത്ത കാലഘട്ടമായി. ഇൻസ്റ്റാഗ്രാം, റീൽസ്, അത് ഇത് യൂട്യൂബ്, എല്ലാ സ്ഥലത്തും ഉടുതുണിയില്ലാതെ അഴിഞ്ഞാടി മാനത്തിന് വിലയില്ലാതായി. അതുകൊണ്ടാ മാനത്തെ ചോദിച്ചു വരുന്നവന്മാരുടെ മുമ്പിൽ മിണ്ടാതെ പോകാൻ ജനത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്. അങ്ങനെ ജനം പ്രോത്സാഹിപ്പിക്കുമ്പോൾ അവർക്ക് അവരുടെ മാനത്തെക്കുറിച്ച് തന്നെ വിലയില്ലാതെയാകും. അങ്ങനെ വരുമ്പോഴത്തേക്കും എവിടെയും പോയി അഴിഞ്ഞാടിക്കൊണ്ട് വരാനുള്ള ശീലം വരും. മനസ്സിലായോ? പക്ഷെ നിങ്ങളുടെ മാനത്തിന് വിലയുണ്ടാകണം.
നിങ്ങളുടെ മാനം ചോദിച്ചുകൊണ്ട് വരുന്നവന് പിന്നെ ഒരു പ്രാവശ്യമേ ചോദിക്കാവൂ, പിന്നെ ബാക്കി നമ്മൾ കാണിച്ചു കൊടുക്കും. ആ തരത്തിൽ പഠിക്കുക. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഇനി വളരേണ്ടതുണ്ട് പ്രിയ സഹോദരങ്ങളെ. സാത്താന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയാൻ കഴിവില്ലാത്തവരല്ലല്ലോ. ദൈവവചനം അങ്ങനെയാ പറയുന്നത്. സാത്താന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ. സാത്താന്റെ തന്ത്രം എന്താണ്? സാത്താന്റെ തന്ത്രം സ്വർഗത്തിൽ 72 കൂറിയും വേശ്യാലയവും. അപ്പോൾ 72 കൂറിയെയും വേശ്യാലയത്തെയും ഓഫർ ചെയ്തിരിക്കുന്ന സാത്താൻ അവിടെ ഇരിക്കുമ്പോൾ ഭൂമിയിലും പെണ്ണുങ്ങളെ കണ്ട വെറുതെ വിടുവോ? മഹാബലി ബാലി, നമുക്ക് മഹാബലിയൊക്കെ കളഞ്ഞിട്ട് സ്വന്തം പ്രൊഫൈലൊക്കെ വന്നിട്ട് നമുക്ക് അടുത്ത കാര്യം തീരുമാനിക്കാം കേട്ടോ. മഹാബലി, അപ്പൊ മഹാബലി ഇപ്പൊ ചെന്ന് പാതാളത്തിലോട്ട് പോയിക്കോ കേട്ടോ. ചെല്ല്, മഹാബലി പാതാളത്തിൽ പോയിട്ട് വല്ല പരിപാടി ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത വർഷം വന്നാൽ മതി. അപ്പോഴത്തേക്ക് ഞാൻ മറുപടി തന്നോളാം. മഹാബലി ബാലി പാതാളത്തിൽ നിന്ന് വന്നിരിക്കുക. അതുകൊണ്ട് സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ എന്ന് വചനം ചോദിക്കുന്നത്. അപ്പോൾ സാത്താന്റെ തന്ത്രങ്ങളെ അറിയണം. അവന്റെ തന്ത്രം എന്താ? 72 കൂറിയും വേശ്യാലയവും. അപ്പോൾ 72 കൂറിയും വേശ്യാലയവും കൊണ്ട് ജീവിക്കുന്ന സാത്താൻ ഭൂമിയിലും വേശ്യാവൃത്തിയെ പ്രോത്സാഹിപ്പിക്കത്തല്ലേ ഉള്ളൂ. ഭൂമിയിലും മാറിയും തിരിഞ്ഞും. അതുകൊണ്ടായി ഇസ്രായേലിൽ വന്ന് ഹമാസ് തീവ്രവാദികൾ വന്നിട്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്തതിനെയും നാട്ടുകാർ പ്രോത്സാഹിപ്പിച്ചത്. കമ്മികളും കൊങ്ങികളും മാറിയും തിരിഞ്ഞും നിന്ന് പോരാളികള് അവര് പോരാളികൾ പോല് കമ്മിയും കൊങ്ങികളും ഹമാസ് പോരാളികള്. പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്യുന്നവന്മാർ പോരാളികളാ. ഇവന്മാർക്ക് അവരുടെ പോരാട്ട വീരം കണ്ടില്ലേ? എങ്ങനെയാ പോരാടുന്നതെന്ന് കണ്ടില്ലേ? സ്വന്തം രാജ്യത്തിന് വേണ്ടി സ്വന്തം രാജ്യത്തിന് വേണ്ടി പോരാടുന്നവരാ പെൺപിള്ളാരെ എടുത്തിട്ട് ബലാത്സംഗം ചെയ്യുന്നത്. കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്യുന്നത്. ഗർഭിണിയുടെ വയറ് കീറി രാജ്യത്തിന് വേണ്ടി പോരാടുന്നവൻ ആർമിയോടാ യുദ്ധം ചെയ്യേണ്ടത്. അതാ നട്ടല്, അതാ ആണത്വം എന്ന് പറയുന്നത്. ശിഖണ്ഡിത്തരം കാണിച്ചു വെച്ചിട്ട് അതിനെ പോരാട്ടം എന്ന് പറയുന്ന ഊളകളോട് ഇതല്ല ഇതിനപ്പുറവും പറയേണ്ടി വരും. മനസ്സിലായോ? ശിഖണ്ഡിത്തരം കാണിച്ചിട്ട് ശിഖണ്ഡിത്തരം കാണിച്ചിട്ട് അതിനെ പോരാട്ടം എന്ന് പറയുന്ന ഊളകളാണ്. ഊളകള് അന്തസ്സായിട്ട് പോരാടണമെങ്കിൽ ആണിനാണ് നേരിട്ട്. ഇപ്പൊ എന്റെ പേജിൽ തന്നെ വന്ന് ഫേക്കിൽ വന്ന് സംസാരിക്കുന്ന കണ്ടിട്ടില്ലേ? ഊളകൾ കയറി. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട്, ഇത് ശബാത്ത് ദിവസമാണ്. ഓരോ ശബാത്ത് കഴിയും തോറും നിങ്ങളുടെ ശക്തി ആർജിച്ചുകൊണ്ടേയിരിക്കണം. ഭീരുത്വത്തിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഭീരുത്വം എന്ന് പറയുന്ന ചട്ടക്കൂടിൽ നിന്നും വലിച്ചു പുറത്തേക്ക് ചാടി ഇറങ്ങും. നിങ്ങൾ ആരുടെയും മുമ്പിൽ തലതാഴ്ത്തിയും ഭീരുവായും ഓച്ചാനിച്ചും നിൽക്കേണ്ടതല്ല. ഈ സമയം ധൈര്യം പ്രാപിച്ച് മുന്നോട്ട് ധൈര്യവും ശക്തിയും ആർജിച്ച് മുന്നോട്ട് പോവുക പ്രിയ സഹോദരങ്ങളെ. ഓരോ ദിവസവും നിങ്ങളുടെ ബലം കൂട്ടിക്കൊണ്ടേയിരിക്കുക. കാരണം നമ്മൾ കടന്നു പോകുന്ന കാലഘട്ടം വ്യത്യാസമുണ്ട്. ഈ ലോകം പോകുന്ന പോക്കിന് പോകാൻ നിൽക്കുന്നവരല്ല നിങ്ങൾ വ്യത്യസ്തരാണ്. ദയവ് ചെയ്ത് ഞാൻ പറയുകയാണ്, നിങ്ങൾ വ്യത്യസ്തരാണ്. ലോകം പോകട്ടെ, എങ്ങനെ വേണമെങ്കിലും ലോകം പോകട്ടെ. പാസ്റ്റർമാർക്ക് ഭാവിയെക്കുറിച്ച് ചിന്തയുണ്ട്. അവന്മാർക്ക് മക്കളെ കെട്ടിക്കണം, ഭാര്യമാർക്ക് വീട് വാങ്ങിച്ചു കൊടുക്കണം, കാറ് വാങ്ങിച്ചു കൊടുക്കണം, ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കണം, പിന്നെ 2 നില വീട് വെക്കണം, പിന്നെ വിദേശത്ത് പോയി പഠിപ്പിക്കണം. അവന്മാർക്ക് 100 കൂട്ടം കാര്യങ്ങളുണ്ട്. പാസ്റ്റർമാർക്ക്, വിശ്വാസികൾക്കും അത് തന്നെയാണ് ഉള്ളത്. അവർക്കൊക്കെ വിദേശ രാജ്യങ്ങളിൽ മക്കളെ വിട്ട് പഠിപ്പിക്കണം, പിന്നെ 2-3 നില വീട് മേടിക്കണം. അതുകൊണ്ട് ഈ ലോകത്തിനുള്ളതിന് വേണ്ടി ഓടി 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 ഉന്മാനം മുടിക്കുവാനുള്ളത് മതി എന്ന് പറഞ്ഞതാണ് കർത്താവ്. ഇപ്പൊ ജീവിക്കാനുള്ളതിന് മാത്രം സന്തോഷത്തോടു കൂടി നിങ്ങൾ ഉണ്ടാക്കി വെച്ച സ്വത്തും കിത്തും എല്ലാം തന്നെ ഡിജിറ്റൽ കറൻസി വരുമ്പോഴത്തേക്കും ഇവന്മാരുടെ കൈവെള്ളയിൽ പോകും. നിന്റെ കണ്ണുകൊണ്ട് പോലും നിനക്ക് നീ ഉണ്ടാക്കി വെച്ച പണം കാണാൻ പറ്റില്ല. അതെല്ലാം നീ അധ്വാനിച്ച പണം നീ ചെലവാക്കണമെങ്കിൽ നിന്നെ നിയന്ത്രിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായമില്ലാതെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവൻ നിയന്ത്രിച്ചാലേ നിനക്ക് നിന്റെ പണം ചെലവാ. നീ കഷ്ടപ്പെട്ട് അധ്വാനിച്ചതാ. നീ രാവും പകലും വെള്ളവന്റെയും പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റി വരെ നീ ഉണ്ടാക്കിയിട്ടതാ.
എന്നിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കേണ്ട ഗതികേട് വരും. നിന്റെ പണം നീ ചെലവാക്കണമെങ്കിൽ അവൻ തീരുമാനിക്കണം. അവന്റെ അടിമയായിരുന്നു അവൻ പറയുന്നത് കേട്ട് അവന്റെ ആക്സസിനനുസരിച്ച് നീ നിന്ന് കൊടുത്താൽ. ചേച്ചി നസറുള്ള ചത്തു. അയ്യോ, ബ്രേക്കിംഗ് ന്യൂസ്. എന്റെ പൊന്നു സഹോദരങ്ങളെ, നസറുള്ള ചത്തുന്ന്. എന്റെ അമ്മച്ചി. നസറുള്ള ചത്തു എന്നല്ല, നസറുള്ള ഊറിയുടെ അടുത്ത് പോയെന്നുള്ളതാ. ആവാ തൂതറബ്ബ തോദ 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 ആവാ തൂതറബ്ബ. വാവ്, കോലൊക്കെ പോതാ. ആവാ തോദ 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 ആവാ തോദ. ഞാൻ നോക്കട്ടെ ഒന്ന് വാർത്ത. ഒരു മിനിറ്റ്. നന്ദി നന്ദി നന്ദിയേ. മോളെ ഇപ്പോഴാണോ വാർത്ത കണ്ടേ? തകപ്പനി നന്ദി 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 നന്ദിയേ. അയ്യോ, തകപ്പനെ നന്ദിയേ തോദ തോദ. അണ്ടഘടാകങ്ങള്. എന്റെ അപ്പേ, ഇനി എന്ത് വേണം? ഹമാസിന്റെ മൂട് കർത്താവ് പറയിച്ചെടുത്തില്ലേ? ഹിസ്ബുള്ളയുടെ മൂട് പിഴുതെടുത്തില്ലേ? അവന്റെ ആസനത്തിലോട്ട് തന്നെ വെടിവെച്ച് കയറ്റിയില്ലേ? ഇതാണ് ഇസ്രായേൽ മക്കളുടെ പ്രത്യേകത. അതെ, ഊറിയെ കാണാൻ പോയി. സജിത ജോസ്, സത്യമാണ്, ഞാനും കേട്ടു. അയ്യോ, അവ തോതാ. ചുമ്മാ അല്ലേ, ഇവിടെ ഉള്ളവന്മാരെല്ലാം കൂവിക്കൊണ്ടിരുന്നവന്മാരെല്ലാം നസറുള്ള ചത്തതുകൊണ്ടായിരിക്കും. മിസൈൽ അവനെ അണ്ടകട കയറ്റിവിട്ട് ഇസ്രായേൽ. ഹമാസും പോയേ, ഹിസ്ബുള്ളയും പോയേ. ഹമാസും പോയേ, ഹിസ്ബുള്ളയും പോലേ. 8 8 10 10 8 12 എല്ലാ കണക്കും തെറ്റിപ്പോയേ. നേരാണ്, അത് നേരാണ്, എല്ലാ കണക്കും തെറ്റിപ്പോയേ. ഇതിൽ കൂടുതൽ സന്തോഷ വാർത്ത ഇനി കേൾക്കാനുണ്ടോ പ്രിയ സഹോദരങ്ങളെ? ആബാ തോദ 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 ഹമുച്ചലി ഷബാത്തിന് ഇത്രയും മഹത്വം നിറഞ്ഞ, എന്താ പറഞ്ഞ, ഇത്രയ്ക്കും മഹത്വം നിറഞ്ഞ ഒരു ദിവസം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അപ്പച്ചി, നന്ദി അപ്പ, നന്ദി പിതാവേ. അയ്യോ, ഹമാസിന്റെ എന്താ പറയുന്ന ഈ വൃത്തികെട്ടവനുണ്ടല്ലോ, ചേറ്റ, ഈ പന്ന നാറി ഒറ്റരുത്തം കാരണമാണ് ഇസ്രായേൽ മക്കൾ കുറേ ദിവസമായിട്ട്. കാരണം ഇവന്മാർ ഇസ്രായേൽ ഒളിപ്പിച്ചു വെച്ച ആയുധമില്ലേ, ഈ ഇസ്രായേൽ ഇപ്പൊ തകർത്തുകൊണ്ടിരിക്കുന്ന ആയുധങ്ങളെല്ലാം, ഇത് വന്നിട്ട് ഇസ്രായേലിന്റെ റോഷ് ഹഷന എന്ന് പറയുന്ന ഹഗ് 2-ാം തീയതി തൊട്ട് തുടങ്ങാനിരിക്കുകയാണ്. ഒക്ടോബർ 7-ാം തീയതി അടുത്ത സുക്കോത്തിന്റെ സമയം ആരംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വിവരം കെട്ടവന്മാര് ആ സമയത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേലിനെ ഒന്നുകൂടി വേദനിപ്പിക്കാനും കരയിപ്പിക്കാനും ഇസ്രായേലിനെ നോവിപ്പിക്കാനുമായിട്ടാണ് ഇത് ശേഖരിച്ചു വെച്ചത്. ഇത് മുന്നമേ അറിഞ്ഞ ഇസ്രായേല് വെച്ച് കാച്ചിക്കൊടുത്തു.
നെർഫിൻ ബിനു വിൻസെന്റ്, ഇതെന്ത് പാട്ടാണ് ചേച്ചി? ഇതെന്ത് പാട്ടാണെന്നോ? പട്ടികടിക്കല്ലേ ഇസ്രായേലെ, ഞങ്ങള് പട്ടാണി വിൽക്കും മമ്മദ് കോയയുടെ പിള്ളേരാണേ, നേരാണേ അത് നേരാണേ, ഞങ്ങള് മമ്മദ് കോയയുടെ പിള്ളേരാണേ, കഴുതയുടെ ബുദ്ധിയും കുറുക്കന്റെ ബുദ്ധിയും രണ്ടും ചേർന്നൊരു വർഗമാണേ, നേരാണേ അത് നേരാണേ, ഞങ്ങൾ രണ്ടും ചേർന്നൊരു വർഗമാണേ, കഴുതയുടെ ബുദ്ധിയും കൊണ്ട് ഇസ്രായേലിനോണ്ടി കണ്ടം വഴി ഹമാസ് ഓടിപ്പോയേ, നേരാണേ അത് നേരാണേ, കണ്ടം വഴി ഹമാസ് ഓടിപ്പോയേ. അത് കണക്കിപ്പോ കഴുതയുടെ ബുദ്ധിയും കൊണ്ട് ഇസ്രായേലിനോണ്ടി കണ്ടം വഴി ഹിസ്ബുള്ള ഓടിപ്പോയേ, നേരാണേ അത് നേരാണേ, കണ്ടം വഴി ഹിസ്ബുള്ള ഓടിപ്പോയേ. എന്നിട്ട് അടുത്ത വഴിയൊക്കെ എന്തോ എനിക്ക് ഞാൻ എഴുതിയ പാട്ട് തന്നെ ഞാൻ മറന്നും പോയി. എന്നിട്ട് 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 ബാക്കി അറിയത്തില്ലേ, ബാക്കി അറിയത്തില്ലേ, ഹിസ്ബുള്ള ചത്തുപോയേ, നസ്രുള്ള ചത്തുപോയേ, ഇസ്മായിൽ എന്തൊക്കെയോ ഉണ്ടല്ലോ. ഞാൻ എഴുതിയ പാട്ട് തന്നെ എനിക്ക് മറന്നുപോയി. 8 8 10 10 8 12 എല്ലാ കണക്കും തെറ്റിപ്പോയേ, നേരാണ് അത് നേരാണ്, എല്ലാ കണക്കും തെറ്റിപ്പോയേ. നസ്രുള്ള എവിടുന്ന് വന്നതാ? ഒരു മിനിറ്റ്. ഇറാനിൽ നിന്നും ക്വിക്ക് വിസിറ്റിന് വന്നതാ ബെയ്റൂട്ടിലേക്ക്. ഇറാനിൽ കിടന്നാലും അവന് ജീവൻ പോകും എന്നുള്ളത് നസ്രുള്ളയ്ക്ക് അറിയാം. കാരണം ഇറാനിൽ വെച്ചാണല്ലോ ഇസ്മായിൽ ഖനയെ തീർത്തത്. അതുകൊണ്ട് ഇവനറിയാം ഇസ്രായേൽ കിടന്നാലും ഇറാനിൽ കിടന്നാലായിരിക്കും ആദ്യം അടിച്ചു തീർക്കുന്നത്. അതുകൊണ്ട് ബെയ്റൂട്ടിൽ ഒളിച്ചിരിക്കാമെന്നാണ് ചിന്തിച്ചത്. പക്ഷെ ബെയ്റൂട്ടിന്റെ ആസനത്ത് വെച്ച് മൂട് താങ്ങി ഇത് അവനെ തീർക്കുമെന്നുള്ളത് ഒരിക്കലും അവൻ പ്രതീക്ഷിച്ചുണ്ടാവത്തില്ല. അയ്യോ, ഇപ്പൊ എല്ലാവന്മാരും പോയിട്ട് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരണമെന്ന് വിചാരിച്ചു, അപ്പോൾ നടന്നില്ല സഹോദരങ്ങളെ. വീഡിയോയുടെ നിങ്ങൾ ചിരിച്ചു ചാകും. 72 കൂറികള് ഇവിടുന്ന് പോകുന്നവന്മാരെ എങ്ങനെയാണ് ബലാത്സംഗം ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് വിചാരിച്ചാ, നടന്നില്ല. അതെ അതെ, ഹിസ് ബോൾ ഇല്ലാതെ പോയി, ഹിസിന്റെ ബോൾ ഇല്ലാതെ പോയി. ആരോ ഒരു കമന്റ് ഇട്ടായിരുന്നല്ല, ഹിസ് ബോൾ ഇല്ലാഹി വല്ലാഹു തള്ളാഹു കുക്കുംബർ, ഹിസ് ബോൾ ഇല്ലാഹി തള്ളാഹു കുക്കുംബർ. ഹിസ് ബോൾ ഇല്ലാഹി തള്ളാഹു കുക്കുംബർ. അത് റിജിത്ത് ലേ തള്ളാകും മോനെ, കൂറ് വെടി, അടിച്ചു കയറി വാ മോനെ, അടിച്ചു കയറി വാ. അയ്യോ, ഒക്ടോബർ 7-ാം തീയതിയേ, ഒക്ടോബർ 7-ാം തീയതി ഇന്ത്യക്കകത്ത് മൊത്തമുള്ള കമ്മികളെല്ലാം കൂടി ചേർന്ന് ഹമാസിന് വേണ്ടി പ്രതിഷേധം നടത്തി. തലവന്മാരെല്ലാം കൂറിയെടുത്തിരുന്ന് പാട്ടും പാടിക്കൊണ്ടിരിക്കുക. ആർക്ക് വേണ്ടിയിട്ടാ പ്രതിഷേധം എന്ന് അറിയത്തില്ല. ഇനി നമുക്ക് കേരളത്തിൽ നിന്ന് പിണങ്ങാണ്ടീനെയും മുഹമ്മദ് റിയാസിനെയൊക്കെ പറഞ്ഞു വിടാം, ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയൊക്കെ തലവന്മാരായിട്ടിരിക്കാനായിട്ട്. അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനായിട്ട്? ഇവർക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ട് എന്നാ പറയാ, സ്വർഗത്തിരിക്കുന്നവരെ തള്ളാകു പറഞ്ഞു വിടുവോ ഇങ്ങോട്ട് പോയി യുദ്ധം ചെയ്യടാ മക്കളെ എന്ന് പറഞ്ഞിട്ട്? അതിന് ഇവരാരെങ്കിലും കെട്ടിച്ചമഞ്ഞ് പോയാലല്ലേ നടക്കത്തുള്ളൂ. നടുപിടിച്ചു കൊടുത്തില്ലേ ഇസ്രായേല്? ഇനിയെങ്കിലും ഇസ്രായേലിന് പേടി വേണം. ഇപ്പോൾ മാർക്ക് ഇസ്രായേലിന് കേട്ടാ വിറയ്ക്കണം. ഹിസിന്റെ ബോളിന് ഹസിന്റെ കൂടെ നെർഫിൻ ബിനു അത് തന്നെ. എത്ര പേര് കൂട്ടമായിട്ട് കൂട്ടം കൂടി ആക്രമിക്കുന്നു. എന്നിട്ടും ആ ഒറ്റ രാജ്യം പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം എത്ര വലുതാണ്. നമ്മുടെ ധൈര്യവും അത് തന്നെയാ. നമ്മുടെ ഒപ്പം നിൽക്കുന്ന നമ്മുടെ സർവശക്തനായ, നമ്മുടെ വല്ലഭത്വമുള്ള രാജാവിന്റെ മഹത്വത്തിന്റെ പ്രത്യാശയായ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഉള്ളത് തന്നെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ആരുടെ മുമ്പിൽ തലകുനിച്ച് കൊടുക്കത്തില്ല. ഒരുത്തന്റെ മുൻപിലും എന്റെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇടുന്നവന്മാരുടെ മുമ്പിൽ പോലും ഞാൻ തലകുനിച്ച് കൊടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ആരാണെന്നുള്ള ബോധം നമുക്കുണ്ടെങ്കിൽ നമ്മളത് ചെയ്യില്ല. നമ്മൾ ആരാന്നുള്ള ബോധം നമുക്കില്ലാതെ പോകുമ്പോഴാണ് ആർക്കും എന്തും പറഞ്ഞുകൊണ്ടും ആർക്കും എന്തും കയറി ചൊറിഞ്ഞുകൊണ്ടും പോകാമെന്നുള്ള തോന്നലുണ്ടാകുന്നത്. നമ്മളാരാന്നുള്ള ബോധം നമുക്കില്ലാണ്ട് പോകുമ്പോഴാണ്. നമ്മളാരാണെന്നുള്ള ബോധം നമുക്ക് വേണം. കാരണം നമ്മൾ സർവശക്തനായ സകല വല്ലഭത്വവും മഹത്വവും നിറഞ്ഞ രാജാവിന്റെ കർത്താവിന്റെ ആ രാജാവിന്റെ മോളെ കയറി വഴി കിടക്കുന്നവന് എന്തെങ്കിലും ചൊറിഞ്ഞുകൊണ്ട് പോകാൻ പറ്റുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഒരു രാജകൊട്ടാരത്തിലിരിക്കുന്ന രാജാവിന്റെ മോളെ വഴി കിടക്കുന്ന ഒരു പ്രജ തോന്നിവാസം പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ് പിടിച്ചു നിർത്തി കാലേ വാരി അവനെ തൂക്കിക്കൊല്ലും, അവന്റെ കഴുത്ത് വെട്ടിക്കളയും.
അതാണ് രാജാവിന്റെ മഹത്വവും രാജാവിന്റെ മകളുടെ മഹത്വവും എന്ന് പറയുന്നത്. അല്ലാതെ രാജാവിന്റെ മകളെ അവിടെ കിടന്നിട്ട് വഴി കിടക്കുന്ന ഏതോ ഒരു പ്രജ, ഏതോ ഒരു കോലത്തിൽ കിടക്കുന്നവൻ കിടന്നിട്ട് കണകുണ പറയുമ്പോഴും രാജാവ് ക്ഷമിക്കണം നീ, എങ്കിലേ എൻ പിതാവും ക്ഷമിക്കൂ നിൻ. അത് ഇസ്രായേൽ മക്കൾ തമ്മിൽ സഹോദരങ്ങൾ തമ്മിൽ ക്ഷമിക്കുന്നതിന് വേണ്ടി കർത്താവ് പഠിപ്പിച്ച പാഠമാണ് അത്. അല്ലാതെ കണ്ട വഴി പോകുന്നവൻ ചൊറിയാൻ വേണ്ടി വന്നാൽ ക്ഷമിക്കാനല്ല കർത്താവ് പഠിപ്പിച്ചത്. ഇസ്രായേൽ മക്കൾ തമ്മിൽ അവരോട് പഠിപ്പിച്ച പാഠത്തെ എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഇവിടെ സകല തീവ്രവാദി കുഞ്ഞുങ്ങൾക്കും സകല സാത്താനിക കുഞ്ഞുങ്ങളുടെ മുമ്പിലും സകല കർത്താവിനെ വിറ്റ് കാശാക്കി തിന്നുന്നവന്മാരുടെ മുമ്പിലും മോച്ചാനിച്ച് ക്ഷമിച്ച് നിൽക്കണമെന്ന് പഠിപ്പിച്ച് നിങ്ങളെ പറഞ്ഞത് മന്ദബുദ്ധികളാക്കി വെച്ചത്. അതൊക്കെ എടുത്തു വെച്ചിട്ടാ. അത് ഇസ്രായേലിന് കൊടുത്തതാണ് കർത്താവ്. ഇസ്രായേൽ മക്കൾ തമ്മിൽ ക്ഷമിക്കാൻ വേണ്ടിയിട്ടാ. ഇസ്രായേൽ മക്കളിൽ ശത്രുത്വം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇസ്രായേൽ ഗ്രഹവും യഹൂദ ഗ്രഹവുമായി 2 ഗ്രഹമായി അവർ പിരിഞ്ഞു. ആ 2 ഗ്രഹങ്ങൾ തമ്മിൽ പിന്നീട് എന്ത് ചെയ്യാൻ പാടില്ല, ശത്രുത ഉണ്ടാകാൻ പാടില്ല. അവരൊന്നിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. മനസ്സിലായോ? ഇതൊക്കെയാണ് ദൈവം ഉദ്ദേശിക്കുന്നതും ദൈവം ആഗ്രഹിച്ചതും ദൈവം പഠിപ്പിച്ചതും. ഈ വചനങ്ങളെല്ലാം ക്രിസ്ത്യാനിയും ഈ സുഡാപ്പികളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? സുഡാപ്പി കോപ്പി അടിച്ചു, എന്തൊക്കെയോ കോപ്പി അടിച്ചിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഒരു തള്ളാകൂന്റെ ഒരു പുസ്തകം ഉണ്ടാക്കി തൂറാനുണ്ടാക്കി വെച്ചു, കോപ്പിയടി പുസ്തകം ഉണ്ടാക്കി വെച്ചു. ക്രിസ്ത്യാനി ചെയ്ത പരിപാടി എന്നറിയാമോ? ക്രിസ്ത്യാനി യഹൂദൻ ഉണ്ടാക്കി വെച്ച അതേ പുസ്തകം തന്നെ കയ്യിലെടുത്ത് വെച്ചിട്ട് യഹൂദനെതിരെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ക്രിസ്ത്യാനി ചെയ്യുന്ന പരിപാടി. അവര് കോപ്പി അടിച്ചിട്ട് കോപ്പിയടി പുസ്തകത്തിനകത്ത് കുറച്ചുകൂടി തിരികെ കയറ്റി വെച്ച് എന്തൊക്കെയോ ആക്കി വെച്ചിട്ട് സാത്താൻ കുഞ്ഞുങ്ങള് അത് സാത്താന്റെ ആണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ക്രിസ്ത്യാനി യഹൂദനാൽ എഴുതപ്പെട്ട യഹൂദന്മാർക്ക് വേണ്ടി എഴുതപ്പെട്ട പുസ്തകം എടുത്തു വെച്ച് ക്രിസ്ത്യാനി തോളത്തും നെഞ്ചത്തും വെച്ചിട്ട് ഇത് ഞങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞ് അത് വിറ്റ് കാശാക്കി പൂട്ടടിക്കുന്നു വിവരം കെട്ടവന്മാര്. ഇതാ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സമൂഹത്തില്. 2 കൂട്ടരും കണക്കെല്ലാം 19. ഒരേ കാളവണ്ടി 2 കെട്ടിവിടാം, അത്രേ ഉള്ളൂ. മനസ്സിലായോ? ഒരേ കാളവണ്ടിയിൽ 2 പിടിച്ച് കെട്ടിവിടാം, അത്രേ ഉള്ളൂ. പക്ഷേ ഇസ്രായേലിന്റെ മക്കളെന്ന് പറയുന്നത് രാജാവിന്റെ മക്കളാ. രാജാവിന്റെ മക്കളെ തൊട്ട് കളിച്ചാൽ വിവരമറിയും. ആ കളി തീക്കളി സൂക്ഷിച്ചോ. മനസ്സിലായോ? രാജാവിന്റെ മക്കളെ തൊട്ട് കളിച്ചാൽ ആ കളി ഈ കളി സൂക്ഷിച്ചോ. അതാണ് ഇസ്രായേലിന്റെ മഹത്വം എന്ന് പറയുന്നത്. ഇസ്രായേലിൻ നാഥനായി വാഴും ഏക ദൈവം, സത്യജീവ മാർഗമാണു ദൈവം, മർത്യനായി ഭൂമിയിൽ പിറന്ന സ്നേഹ ദൈവം, നിത്യജീവനേകിടുന്നു ദൈവം. പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. വേറൊരു പാട്ട് ഞാൻ പാടി കേൾപ്പിക്കാം. സാത്താനുക്ക് സവാൽ വിടും സന്തതി നാങ്ക, சேனைகளின் தேவனை போல் வீரர்கள் நாங்க. சாத்தானுக்கு சவால் விடும் சந்ததி நாங்க, சேனைகளின் தேவனை போல் வீரர்கள் நாங்க. சவாலே சமாளி சாத்தானே நீ ஏமாளி, சவால் 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 சவாலே, நாங்க தாவீதை போல் சவால் விடுவோம் சவாலே. சவால் 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 சவாலே, நாங்க தாவீதை போல் சவால் விடுவோம் சவாலே. சாத்தானுக்கு ஹே ஹே சாத்தானுக்கு ஓஹோ சாத்தானுக்கு சவால் விடும் சந்ததி நாங்க, சேனைகளின் தேவனை போல் வீரர்கள் நாங்க. சாத்தானுக்கு சவால் விடும் சந்ததி நாங்க, சேனைகளின் தேவனை போல் வீரர்கள் நாங்க. ഇസ്ബുള്ള എന്ന് പറഞ്ഞ സാത്താൻ കുഞ്ഞുങ്ങൾക്ക് സവാലിട്ടുകൊണ്ടാണ് ഇസ്രായേൽ മുന്നോട്ട് കയറിയത്. ഹമാസ് എന്ന് പറയുന്ന സാത്താൻ കുഞ്ഞുങ്ങൾക്ക് സവാലിട്ടുകൊണ്ടാണ് ഇസ്രായേൽ മുന്നോട്ട് കയറിയത്. എന്തുകൊണ്ടെന്നറിയാൻ പോവും? സേനകളിൻ വീരനെപ്പോൾ വീരர்கள் നാങ്ക. അതായത് അവരുടെ ദൈവം സൈന്യങ്ങളുടെ ദൈവമാ. ആ സൈന്യങ്ങളുടെ ദൈവം മുൻപിൽ നിന്ന് ഗർജിച്ചാലുണ്ടല്ലോ, തോട്ട് നിൽക്കുന്ന ആണികൾ മുഴുവൻ അടിച്ചങ്ങ് കയറി കൊടുത്തു കളയും. പിന്നെ അതാണ് അതിന്റെ പ്രത്യേകത. അതാണ് ഇസ്രായേലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ആ കുഞ്ഞുങ്ങളാണ് നമ്മള്, അതിന്റെ കുഞ്ഞുങ്ങളാണ്. ഇസ്രായേലിന്റെ വേരിനോട് കൊമ്പിനോട് ഒട്ടിച്ചു ചേർക്കപ്പെട്ട കാട്ടൊലിവായിരുന്ന നിങ്ങൾ നാട്ടൊലിവിനോട് ഒട്ടിച്ചു ചേർക്കപ്പെട്ടവർക്ക് മാത്രമുള്ളതാ ഈ ലൈവ്. അല്ലാതെ എവിടെയോ തോട്ടിക്കിടക്കുന്ന ക്രിസ്ത്യാനിന്ന് പേരും പറഞ്ഞു നടക്കുന്നവന്മാർക്കുള്ളതല്ല ഈ ലൈവ്. ഇസ്രായേൽ എന്ന് പറയുന്ന നാട്ടൊലിവായി നിൽക്കുന്ന ആ ഒലിവിൻ വൃക്ഷത്തിന്റെ കൊമ്പുകളോട് ചേർത്ത് ഒട്ടിക്കപ്പെട്ട കാട്ടൊലിവായിരിക്കുന്ന ആളുകൾക്ക് മാത്രമുള്ളതാ ഈ ലൈവ്.
ക്രിസ്ത്യാനി എന്ന് പറയുന്നവൻ ആ വേരിൽ ഒട്ടിയിട്ടുണ്ടെങ്കിൽ, ആ കൊമ്പിൽ ഒട്ടിയിട്ടുണ്ടെങ്കിൽ, ആ കൊമ്പിൽ നിന്നുമാ നീ വെള്ളം വലിച്ചെടുക്കുന്നെങ്കിൽ അതിന്റെ സ്വഭാവം കാണിക്കണം, അതിന്റെ ഗുണം കാണിക്കണം. ആ സ്വഭാവവും ആ ഗുണവും കാണിക്കാൻ ചങ്കൂറ്റമുള്ള ആ ഇസ്രായേലിന്റെ വേരിന്റെ കൊമ്പിൽ നിന്നും വെള്ളം വലിച്ചെടുക്കുന്ന, ആ കൊമ്പിൽ നിന്നും വെള്ളം വലിച്ചെടുക്കുന്ന ആ നാട്ടൊലിവാണ് നീ എങ്കിൽ മാത്രം, ആ നാട്ടൊലിവിനോട് ഒട്ടിയ കാട്ടൊലിവാണ് നീ എങ്കിൽ മാത്രം ഉള്ളതാണ് ഈ ലൈവ്, റീനയുടെ ലൈവ്. അല്ലാത്തവരെല്ലാം ഗെറ്റ് ഔട്ട്. പറഞ്ഞ മനസ്സിലായോ? അല്ലാത്തവരെല്ലാം ഗെറ്റ് ഔട്ട്. അല്ലേ ആ ഇസ്രായേൽ എന്ന് പറയുന്ന നാട്ടൊലിവനെ കൊമ്പിനോട് ചേർത്ത് കെട്ടിവെച്ച കാട്ടൊലിവായിരിക്കുന്ന കൊമ്പുകളായിരിക്കുന്ന നിങ്ങളെങ്കിൽ ആ നാട്ടൊലിവിന്റെ സ്വഭാവം നിങ്ങൾക്കുണ്ടായിരിക്കണം. ബഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് ഇഴുകി ചേർന്നേക്കണം. പിന്നീട് നിങ്ങളെയും അതിനെയും മാറ്റി വെക്കാൻ പറ്റത്തില്ല. പിന്നീട് മാറ്റാൻ അനുവദിക്കരുത്, വെട്ടിക്കളയാനും അനുവദിക്കരുത്. മനസ്സിലായോ? പിയൂസ് ഗർഭോണി എക്സ് ബന്ധോയാണേ മീ എക്സ് ബന്ധോയാണോ? ഇപ്പോൾ എക്സ് ബന്ധമൊന്നും അല്ലല്ലോ, നല്ല കാര്യം. ഇപ്പോൾ എക്സ് ബന്ധം അല്ലാതിരിക്കുന്നത് നല്ല കാര്യം. മനസ്സിലായോ? അങ്ങനെ ഒട്ടിച്ചു ചേർത്ത് കാട്ടൊലിവായ എന്നെ നാട്ടൊലിവാക്കി മാറ്റി താതന്റെ സ്നേഹത്തിനായി നന്ദികൾ ചൊല്ലിടാമേ. കാട്ടൊലിവായ എന്നെ നാട്ടൊലിവാക്കി മാറ്റി താതന്റെ സ്നേഹത്തിനായി നന്ദികൾ ചൊല്ലിടാമേ. എന്തൊരു സുന്ദരമാം നാഥന്റെ സ്നേഹത്തെ നാം വർണ്ണിപ്പനായിരമാം നാവുകൾ പോരായേ. എന്തൊരു സുന്ദരമാം നാഥന്റെ സ്നേഹത്തെ നാം വർണ്ണിപ്പനായിരമാം നാവുകൾ പോരായേ. തോദാ ബ തോദാ ബ തോദാ 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 ആബാ തോദാ റബ്ബാ. നന്ദി നന്ദി നന്ദിയേ തകപ്പനേ നന്ദിയേ. തോദാ 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 ആബാ തോദാ റബ്ബാ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കാട്ടൊലിവുകളായി കിടന്ന നമ്മളെയൊക്കെ ദൈവം എടുത്ത് നാട്ടൊലിവിനോട് ഒട്ടിച്ചു വെച്ചതെങ്കിൽ ആ നാട്ടൊലിവിൻ്റെ ധൈര്യവും ബലവും ഉണ്ടായാൽ മാത്രമേ അന്ത്യകാലത്ത് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? എന്നാലേ അന്ത്യകാലത്ത് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. എന്നാലേ പിശാചിനോട് ചേർത്ത് നിൽക്കാൻ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. ഭീരുത്വത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ട്രെയിനിങ് ആണ്. കണ്ടാൽ മതി എൻ്റെ ലൈവ്. നിങ്ങളെ വീണ്ടും വീണ്ടും ബലപ്പെടുത്തുവാനും ശക്തീകരിക്കുവാനും. കാരണം നമുക്ക് യുദ്ധത്തിൽ പോരാടി ശീലമുണ്ട്, പ്രാക്ടീസ് ഉണ്ടെങ്കിലുണ്ടല്ലേ നമുക്ക് വലിയ യുദ്ധത്തെ നേരിടാൻ പറ്റത്തുള്ളൂ. കൊച്ചു കൊച്ചു യുദ്ധങ്ങളിൽ ഭിന്നം ചെയ്താലേ വലിയ യുദ്ധങ്ങളിൽ നമുക്ക് നേരിടാൻ പറ്റത്തുള്ളൂ. ഒരു യുദ്ധത്തിലും പോകാത്തവനെ പിടിച്ച് എങ്ങനെയാ യുദ്ധക്കളത്തിൽ കൊണ്ടു നിർത്താൻ പറ്റുന്നത്? തോറ്റ് തുന്നം പാടി പോകത്തില്ലേ? യുദ്ധത്തിൽ കുറേശ്ശെ 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 പ്രാക്ടീസ് ചെയ്ത് 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 മുന്നോട്ട് പോകണം നമ്മൾ. എന്നാലേ നമുക്ക് യുദ്ധം ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. എന്നാലേ നമുക്ക് ബലപ്പെടാൻ പറ്റത്തുള്ളൂ, ശക്തി ആർജിക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ഇത് പറയുമ്പോഴും അവിടെ നിൽക്കുന്ന നിങ്ങളുടെ ഉള്ളം കത്തണം, നിങ്ങളുടെ ഹൃദയം തുടിക്കണം, ശക്തി കൊണ്ട് നിങ്ങൾ നിറയണം. കാരണം നിങ്ങൾ ബലമുള്ളവരായിരിക്കണം, ഭീരുക്കളാകരുത്. ആരുടെയും മുമ്പിൽ ഭീരുവായി പോകരുത്. ഒരുത്തന്റെ മുമ്പിലും നിങ്ങൾ തന്നെയായിരിക്കണം രാജാവ്. നിങ്ങളെ കയറി ചൊറിയാനോ നിങ്ങളുടെ തലപ്പത്ത് കയറി രാജാവ് കളിക്കാനോ ഒരുത്തനും ഉണ്ടാകരുത്. അതിനനുവദിച്ചു കൊടുക്കരുത്. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ കർത്താവ് ശിഷ്യന്മാരോട് പോലും പറയുന്നത്, നിങ്ങൾ നേതാവായിരിക്കുന്ന ഇച്ഛിക്കുന്നവനെല്ലാം എല്ലാവർക്കും ദാസനായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. കാരണം ആരുടെയും നേതാവാകേണ്ട കാര്യമില്ല നിങ്ങൾക്ക്. നിങ്ങൾ ദാസനായിരിക്കേണ്ടവനെ. കാരണം നിങ്ങളുടെ അടുത്തുള്ളവൻ അവന്റെ രാജാവ്. നിങ്ങൾക്ക് നിങ്ങൾ തന്നെയാണ് രാജാവ്. ഒരുത്തനും നിങ്ങളുടെ തലപ്പത്ത് കയറി വാലാട്ടാൻ നിൽക്കരുത്. ഒരുത്തരും നിങ്ങളെ ഉപദേശിച്ചു കൊണ്ടുപോകാൻ നിൽക്കരുത്. അങ്ങനെ അവന്റെ ഉപദേശത്തിൽ നിങ്ങൾ ജീവിക്കേണ്ടതല്ല. നിങ്ങൾക്ക് ഉപദേശിച്ചു തരാൻ പരിശുദ്ധാത്മാവുണ്ട്. നിങ്ങൾ ആ ഉപദേശത്തിൽ വഴി നടന്നാൽ മതി. നിങ്ങളെ ഉപദേശിച്ചു തരുന്ന പരിശുദ്ധാത്മാവിന്റെ ഉപദേശത്തിൽ നിങ്ങൾ വഴി നടക്കപ്പെട്ടാൽ മതി. അല്ലാതെ നിങ്ങളെ ഉപദേശിക്കാൻ പ്രത്യേകിച്ച് ആള് കെട്ടിയൊന്നും ഒരു സഹോദരി ദൈവവചനം പറയുന്ന സഹോദരിക്ക് എങ്ങനെയൊക്കെ പറയാം. ദൈവവചനം പറഞ്ഞു സഹോദരനായ ഏലിയാവിന്
ബാലിന്റെ പ്രവാചകന്മാരുടെ കഴുത്ത് വെട്ടിയെടുക്കാമെങ്കിൽ ദൈവവചനം പറയുന്ന സഹോദരി എടുത്ത് വന്നിട്ട് അസഭ്യം പറഞ്ഞിട്ട് ദൈവവചനം പറയുന്ന സഹോദരിയുടെ മാനം വിലക്ക് ചോദിച്ചാൽ ആ മാനം വിലക്കും ചോദിക്കുന്നവനെ കണ്ടം വഴി ഞാൻ ദൈവവചനം പറയുന്ന സഹോദരി ഓടിക്കും. അതങ്ങനെ തന്നെയാണ്. താല്പര്യമുണ്ടോ? കേട്ടാ മതി. ഇല്ലേ, ബൈ ബൈ. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ദൈവം ആരാണെന്നുള്ളത് മനസ്സിലാക്കുന്ന രാജാവിന്റെ മകളെ ചൊറിഞ്ഞുകൊണ്ട് പോയ കളി വിവരം പഠിപ്പിക്കും കർത്താവ്. രാജാവ് വിവരം പഠിപ്പിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആരാണ്? നിങ്ങൾ തോട്ടിയുടെ മകളാണോ രാജാവിന്റെ മകളാണോ? സ്വയം തോട്ടിയുടെ മകളാണെങ്കിൽ വല്ലവനും ചൊറിയുമ്പം മിണ്ടാതെ പോകണം. കാരണം തോട്ടിയാണല്ലോ, താഴെ കിടക്കുകയാണല്ലോ. ഈ തോട്ടികളായിട്ടുള്ള മനുഷ്യരെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അവരെ അപമാനിക്കാൻ വേണ്ടി പറഞ്ഞ വേടാണെന്ന് പറഞ്ഞിട്ടല്ല. ഞാനൊരു ഉപമയ്ക്ക് പറഞ്ഞതാ. ഏറ്റവും താഴെ കിടക്കുന്നവന്റെ മകളാണ് നിങ്ങളെന്ന് തോന്നിയാൽ, ഒന്നിനും കൊള്ളാത്തവന്റെ മകളാണ് നിങ്ങൾക്ക് തോന്നിയാൽ 10 പേര് നിങ്ങളെ അപമാനിച്ചാലും, പണ്ടത്തെ കാലത്തിലെ രാജാക്കന്മാരൊക്കെ ഇല്ലേ, തമ്പ്രാക്കന്മാരൊക്കെ മാറുമറയ്ക്കാൻ സൗകര്യം കൊടുക്കത്തില്ല പെണ്ണുങ്ങൾക്ക്. അപ്പോഴേക്കും അവന്മാരൊക്കെ ഇങ്ങനെ നടന്നു എന്ന് പോകുമ്പോൾ തമ്പ്ര, ഉപ്പ് തമ്പ്ര എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മുമ്പിൽ തല ഒച്ചാനിച്ച് പോകുന്ന ആ കാലഘട്ടത്തിൽ അതിന് വേറൊരു വെർഷനാണ് പാസ്റ്റർമാരും പുരോഹിതന്മാരും നിങ്ങളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന. ആരെന്ത് പറഞ്ഞാലും ക്ഷേത്രം തമ്പ്ര, ക്ഷേത്രം സഹോദര എന്ന് പറഞ്ഞു പോകണമെന്ന് പറഞ്ഞിട്ട് അല്ല. ആരുടെയും മുമ്പിൽ നിങ്ങൾ രാജാവിന്റെ മക്കളാണ്. നിങ്ങൾ രാജപ്രൗഢി. അപ്പൊ നിങ്ങളെ പറയാൻ ഒരുത്തിന് ആലോചിക്കണം, ചിന്തിക്കണം. ഇത് രാജാവിന്റെ മകളാണല്ലോ, ഈ രാജാവിന്റെ മകളെ നമ്മൾ കയറി ചൊറിയാൻ പാടില്ലല്ലോ. ചൊറിഞ്ഞാൽ രാജാവിന്റെ മകൾ കഴുത്ത് വെട്ടിയെടുക്കുന്ന നിലവാരം വരെയും നമ്മളെ കൊണ്ടുപോകും. പിന്നെ നമ്മുടെ ജീവൻ ബാക്കി കാണത്തില്ല എന്നുള്ള തോന്നൽ അവനുണ്ടാകണം. ഏറിക്കയറ്റി നമ്മൾ നിർത്തും. അത്രയേ ഉള്ളൂ. മനസ്സിലായോ? ധൈര്യമായിരിക്ക്, ബലപ്പെട്, ശക്തിപ്പെട്, ദൈവകൃപയിൽ ആശ്രയിക്ക്. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളെ ആർക്കും ഞോണ്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. നിങ്ങളുടെ കൂടെയുള്ള ദൈവം ആരാണെന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് തന്നെ കുതിച്ചുകൊണ്ടിരിക്കും. എന്റെ കൂടെ കർത്താവ് ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഈ 5.5 വർഷക്കാലം റീന ഈ ലൈവിൽ ഉണ്ടാകത്തില്ല പ്രിയ സഹോദരങ്ങളെ. ഗമലിയേൽ അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം എടുത്ത് വായിക്കുകയും അവിടെ ഗമാലിയേൽ പറയുന്ന ഒരു കാര്യം ഇപ്രകാരമുണ്ട്. ഈ പുരുഷന്മാരോട് നിങ്ങൾ വ്യവഹരിക്കാൻ നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. ഇതിനു മുമ്പ് പലരും എഴുന്നേറ്റ് വന്നവരാണ് കർത്താവിന്റെ നാമവും പറഞ്ഞുകൊണ്ട്. അവരെല്ലാം നശിച്ചുപോയി, അവരൊക്കെ ഇല്ലാണ്ടായിപ്പോയി. ഈ വന്ന പുരുഷന്മാരും അങ്ങനെ തന്നെയാണെന്നെങ്കിൽ അവർ തനിയെ നശിച്ചു പോയിക്കോളും. അല്ല, അവർ കർത്താവിന്റെ നാമത്തിലാണ് വന്നിരിക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ നാമത്തിലാണ് വന്നിരിക്കുന്നെങ്കിൽ അവർക്കെതിരെ ദോഷം ചിന്തിച്ച് നിങ്ങൾ എന്തിന് പാപം കൂട്ടുന്നു എന്നാ ചോദിക്കുന്നത്. ഇതുപോലെ ഞാൻ വന്നിരിക്കുന്നത് എന്റെ സ്വന്തം നാമത്തിലോ അല്ലെങ്കിൽ ഞാൻ വന്നിരിക്കുന്ന എന്റെ സ്വന്തം ബുദ്ധിയിലോ, ഞാൻ വന്ന് സംസാരിക്കുന്നത് റീന എന്ന് പറയുന്ന ഒരു വ്യക്തി, എനിക്കൊരു ലാഭം ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഞാൻ എന്ത് കേട്ടിട്ട് ഞാൻ നിന്നെങ്കിൽ ഓക്കെ, അതിലൊരു വരുമാന മാർഗം അത്. ഇതൊന്നുമില്ലാതെ ഞാൻ ഫേസ്ബുക്കിൽ 5.5 വർഷക്കാലവും ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ, എന്റെ പഠിപ്പിക്കലുകൾക്ക് മാറ്റം പോലും വരുത്താതെ ഓരോ ദിവസവും ശക്തി ആർജിച്ചുകൊണ്ട് അതിൽ മൂർച്ച കൂട്ടിക്കൊണ്ട് ഞാൻ കയറി വരുന്നുണ്ടെങ്കിൽ എന്നെ ദൈവം നിർത്തിയത് കൊണ്ടല്ലേ. ഇനിയെങ്കിലും മനസ്സിലാക്ക്. നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ ഇനിയെങ്കിലും മനസ്സിലാക്ക്. ഇല്ലെങ്കിൽ ഞാൻ എന്നേ പട്ടുപോയേനെ, ഞാൻ എന്നേ താളടിയായി പോയേനെ, ഞാൻ എന്നേ നിർത്തി വെച്ചിട്ട് പോയേനെ. കാരണം എനിക്ക് എൻ്റെ കഴിവിനെ അറിയാം. ഞാൻ ഒരിക്കൽ സൂമിൽ ഞാൻ വന്നതാണ്. ഞാൻ സൂമിൽ വന്നിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ പപ്പയ്ക്ക് അടിക്കുക. കാരണം ദൈവത്തിന്റെ ആത്മാവാസമത്തിൽ എന്നോട് ഇടപെട്ടില്ല. അതുകൊണ്ടാ ഞാൻ പപ്പയ്ക്ക് അടിച്ചുകൊണ്ട് പോകും. 5 മിനിറ്റ് പോലും 10 മിനിറ്റ് പോലും എനിക്ക് തികച്ചു നേരം സംസാരിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ മണിക്കൂറോളം നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ആത്മാവിനെ കൊണ്ട് സംസാരിപ്പിക്കുന്നത് കൊണ്ട് മാത്രമല്ല. അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല പ്രിയ സഹോദരങ്ങളെ. അപ്പോൾ പലരും ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തെറി പറയിക്കുമോ എന്ന്. അത് പറയിക്കുമോ ഇല്ലയോ എന്നുള്ള അറിയണമെങ്കിൽ നിങ്ങൾ പോയി പ്രവാചകന്മാരുടെ പുസ്തകം എടുത്ത് വായിക്കണം. സക്രിയ പ്രവാചകന്റെയും ഇരമിയ പ്രവാചകനെയും ആമോസ് പ്രവാചകനെയൊക്കെ പോയി ഒന്ന് വായിച്ചാൽ ദൈവത്തിന്റെ ആത്മാവ് എന്തൊക്കെ പറയുമെന്നുള്ളത് അതിനകത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നുണ്ടെങ്കിൽ കാര്യമായിപ്പോയി. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ മനസ്സിലായോ? അമ്മാതിരി ഊളകളോടാ പറഞ്ഞത്. സാത്താനോട് ദൈവത്തിന്റെ ആത്മാവ് കൊഞ്ചിക്കൊഴയാൻ പറ്റുമോ? ചക്ര പിന്നാരെ തങ്കമേ മമ്മിന്റെ കുഞ്ഞു ഇത് വെക്കാൻ പറ്റുമോ ദൈവത്തിന്റെ ആത്മാവിന് സാത്താനോട് വന്നിട്ട്? വിവരം കെട്ടവന്മാരെ, തലച്ചോറുള്ളവന്മാരെ, ബുദ്ധിയോടെങ്കിലും ഇനിയെങ്കിലും ചിന്തിക്കാൻ പഠിക്കും നിങ്ങള്. ഒന്ന് ചിന്തിക്കാൻ പഠിക്കുക. ദൈവത്തിന്റെ ആത്മാവ് സാത്താനോട് കൊഞ്ചിക്കൊഴയാൻ പോകത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് സാത്താൻ അടിക്കുന്ന അടി എന്താണെന്ന് ദൈവവചനം വായിച്ചവന്മാർക്കല്ലേ മനസ്സിലാകത്തുള്ളൂ. അല്ലാതെ കർത്താവിനെ വിറ്റ് കാശാക്കാൻ വേണ്ടി പുതിയ നിയമവും വായിച്ചുകൊണ്ട് പഴയ നിയമത്തിലെ മലാക്കി പ്രവചനത്തിലെ ദശാംശം പഠിച്ചുകൊണ്ടിരിക്കുന്നവന്മാർക്ക് മനസ്സിലാകുമോ? ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുമോ?
ദൈവത്തിന്റെ വചനം വിറ്റ് കാശാക്കാൻ വേണ്ടി കർത്താവിന്റെ മത്തായി സുവിശേഷത്തിൽ തമ്മിൽ സഹോദരങ്ങളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞതും ആ വാക്യം എടുത്തു വെച്ചിട്ട് മലാക്കി പ്രവചനത്തിനകത്ത് ദശാംശം കൊടുക്കുന്നത് കാര്യത്തെയും കുറിച്ച് പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യവും കൂടി കോട്ടി എടുത്തു വെച്ചിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ദൈവത്തിന്റെ വചനത്തെ വിറ്റ് കാശാക്കുന്നവന്മാരാണ്. അപ്പോൾ ദൈവവചനം നന്നായിട്ടൊക്കെ വായിക്കണം. റീന പറയുന്നതിന്റെ പൊരുളൊക്കെ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ദൈവവചനം നന്നായി വായിച്ച് മനസ്സിലാക്കി ദൈവവചനത്തെക്കുറിച്ച് അറിവും ഗ്രാഹ്യവും ഉള്ളവനൊക്കെ വന്ന് കമന്റ് ഇടുന്നതിനകത്ത് അർത്ഥമുണ്ട്. പക്ഷെ ഇതൊന്നും അറിയാത്ത ഊളകൾ വന്ന് കമന്റ് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുഡാപ്പി കുഞ്ഞുങ്ങളുടെ അതേ നിലവാരത്തിൽ തന്നെ ഞാൻ കാണത്തുള്ളൂ. കാരണം എനിക്കും അവരുമായിട്ട് സഖ്യതയില്ലല്ലോ ഒരു തരത്തിലും. ഓക്കെ, അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഞാൻ സമയം എന്തായി ലൈവിൽ വന്നാൽ? നിങ്ങൾ രാത്രി ഒത്തിരി സമയമായല്ലോ. എന്നാലും ഞാൻ സൂമിൽ വരാം. ഒരു മണി അരമണിയോ എന്തോ ഒരു 40 മിനിറ്റോ 1 മണിക്കൂറോ ഒക്കെ ലൈവിലിരുന്നിട്ട് സൂമിൽ ഇരുന്നിട്ട് ഞാൻ പോവാം. അപ്പം സഹോദരങ്ങളെ, ഹാപ്പി ആയിട്ടിരിക്കുന്ന നസറുള്ള മരിച്ചതിന് ഇന്ന് കേക്ക് മുറിക്കാൻ പറ്റില്ലല്ലോ. അല്ല, സന്തോഷത്തോടു കൂടി ശബാത്തിനുണ്ടാക്കി വെച്ച ഫുഡൊക്കെ ആനന്ദത്തോടു കൂടി നൃത്തം ചെയ്തുകൊണ്ട് തോദ 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 ആബാ തോദ റബ്ബ എന്നൊക്കെ പറഞ്ഞ് പാട്ടുപാടി കഴിച്ചോ. ഓക്കെ, അപ്പൊ ശരിയപ്പാ തകക്കുടമേ തോദ. അപ്പൊ ശരി, എല്ലാവർക്കും ലഹിത്രോത് ഷബാത്ത്.